ഗുഡ് ഈവനിങ്. ബിഗ് ഫൈറ്റിന്റെ പാലക്കാട് എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. പല കാരണങ്ങൾ കൊണ്ട് ഏറെ ശ്രദ്ധ നേടിയ ഒരു പോരാട്ടമാണ് പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിൽ നാം കാണുന്നത്. അതിന്റെ പ്രധാനപ്പെട്ട കാരണം കൈവിട്ടുപോയ സീറ്റ് തിരിച്ചുപിടിക്കാൻ LDF കഠിന പ്രയത്നം നടത്തുന്നു. മറുവശത്ത് സിറ്റിംഗ് സീറ്റ് നിലനിർത്താനുള്ള UDFന്റെ ശ്രമം. മറ്റൊന്ന്, ഒരു A+ കാറ്റഗറിയിലുള്ള ഒരു മണ്ഡലമാണ് NDA സംബന്ധിച്ച്, BJP സംബന്ധിച്ച് പാലക്കാട്. അതുകൊണ്ട് വിജയം മൂന്ന് മുന്നണികൾക്കും അനിവാര്യമാകുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യത്തിലാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നാം കാണുന്നത്. അത്രയും ശക്തമായ പ്രചാരണം പാലക്കാട് നടക്കുന്നു. എന്തായാലും ബിഗ് ഫൈറ്റിൽ ഇന്ന് നമ്മളോടൊപ്പം വിവിധ മുന്നണികളെ പ്രതിനിധീകരിച്ച് UDFന് വേണ്ടി കോൺഗ്രസ് നേതാവ് ഡോക്ടർ പി സരീൻ, LDFന് വേണ്ടി SFI സംസ്ഥാന സെക്രട്ടറി PM ആഷോ, BJPക്ക് വേണ്ടി യുവമോർച്ച ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് ശിവൻ എന്നിവരാണ് ആദ്യം പങ്കെടുക്കുന്നത്. ആദ്യം ഡോക്ടർ പി സരീനിലേക്ക്. ഡോക്ടർ പി സരീൻ, എന്തുകൊണ്ട് VK ശ്രീകണ്ഠനെ രണ്ടാമതും പാലക്കാട്ട് വോട്ടർമാർ ജയിപ്പിക്കണം? കേവലം ഒരു സ്ഥാനാർത്ഥിയെയും ഒരു മുന്നണിയെയും ജയിപ്പിക്കുക എന്നുള്ളതിനുമപ്പുറം പാലക്കാടിന്റെ ജനാധിപത്യ ബോധം എന്താണ് എന്ന് തെളിയിക്കപ്പെടേണ്ട ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണ്. ആർക്കൊപ്പമാണ് പാലക്കാട് എന്ന് ലോകത്തോട്, ഇന്ത്യയോട് വിളിച്ചു പറയാനുള്ള ഒരു ഉത്തരവാദിത്തം പാലക്കാടിനുണ്ട്. അവിടെ ഈ രാജ്യം നേരിടുന്ന പ്രധാന പ്രശ്നങ്ങളിൽ പരിഹാരം കാണുന്നവർക്കൊപ്പമാണോ, പ്രശ്നം ഉണ്ടാക്കുന്നവർക്കൊപ്പമാണോ, അല്ലെങ്കിൽ ആ ഉണ്ടാക്കുന്നവർക്ക് വേണ്ടി സകല ഒത്താശകളും ചെയ്യുന്നവർക്കൊപ്പമാണോ എന്നുള്ള ചോദ്യത്തിന്റെ ഉത്തരമാണ് പാലക്കാട് തേടുന്നത്. കഴിഞ്ഞ തവണ അതുപോലൊരു ഉത്തരം കണ്ടെത്തിയവരാണ് പാലക്കാടുകാർ. കാരണം പതിറ്റാണ്ടുകളായി CPMന്റെ LDFന്റെ സ്ഥാനാർത്ഥി വിജയിച്ചു വരുന്ന രീതിയും ഈ മണ്ഡലം പാലക്കാട് എന്ന് പുനർനാമകരണം ചെയ്യപ്പെട്ട് കൃത്യമായ പുതിയ അതിർത്തികൾ വന്ന ശേഷം തുടർച്ചയായി 2 വട്ടം ജയിച്ച ഒരാൾ മൂന്നാമതും ജനവിധി തേടിയ സമയത്ത് അദ്ദേഹത്തിന്റെ വിജയഗാനം വരെ റെക്കോർഡ് ചെയ്ത് വെച്ച ശേഷം വോട്ടെണ്ണൽ ദിവസം 10,000-ലേറെ വോട്ടുകൾക്ക് തോൽവി അടഞ്ഞത് ഈ നാട്ടിലെ ജനങ്ങൾക്ക് കൃത്യമായ ഒരു മാൻഡേറ്റ് പാലക്കാടിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് എന്നുള്ളതിന്റെ തെളിവായിരുന്നു. ആ മാൻഡേറ്റ് അവർ നൽകിയ ആൾ, വ്യക്തി, ആ മുന്നണി, ആ പാർട്ടി, അവരുടെ വിശ്വാസം കഴിഞ്ഞ 5 വർഷക്കാലവും കാത്തു എന്നുള്ളത് തന്നെയാണ് VK ശ്രീകണ്ഠൻ എന്ന് പറയുന്ന സ്ഥാനാർത്ഥിയുടെ മേന്മ. ഒരുപക്ഷെ കേരളത്തിലെ ഏറ്റവും മികച്ച MP-മാരിൽ ഒരു ന്യൂനത പോലും പറയാനില്ലാതെ ഇടപെടലുകൾക്ക് കൃത്യമായ ലക്ഷ്യബോധത്തിലൂടെ തന്നെ പലതും കൈവരിക്കാൻ സാധിച്ച ഒരാൾ എന്നുള്ള രീതിയിൽ, പാലക്കാടിന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിന് ഇടപെട്ട ഒരാൾ എന്നുള്ള രീതിയിൽ, ഒരുപക്ഷെ പാലക്കാടിന്റെ കാർഷിക ജില്ലയായ പാലക്കാടിന്റെ വിഷയങ്ങളിൽ കാർഷിക ഉൽപ്പന്നങ്ങളുമായി ബന്ധപ്പെട്ടും കർഷകരുടെ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടുമൊക്കെ നിരന്തരം സമ്മർദ്ദം ചെലുത്താൻ സാധിച്ച ഒരാൾ എന്നുള്ള രീതിയിലും, ഈ പാലക്കാടിന്റെ ഇൻഡസ്ട്രിയൽ കോറിഡോർ ആണെങ്കിലും ശരി, ഗ്രീൻഫീൽഡ് ഹൈവേ പ്രൊജക്ടിന്റെ ഭാഗമായിട്ടുള്ള പദ്ധതികളാണെങ്കിലും ശരി, ഈ പാലക്കാടിന്റെ വികസനം എന്നുള്ളത് അടിസ്ഥാന പശ്ചാത്തല സൗകര്യങ്ങളുടെ വികസനമാണ് എന്ന് കൃത്യമായി ബോധ്യമുള്ള ഒരാൾ, അതിനുവേണ്ടി 5 വർഷവും നിരന്തരം ശ്രമിച്ച ഒരാൾ, ആ ശ്രമം തുടരുന്നതിന് വേണ്ടിയുള്ള മാൻഡേറ്റ് ആണ് ജനങ്ങളിൽ നിന്ന് തേടുന്നത്. അപ്പോൾ തന്നെ കോവിഡിന്റെ സാഹചര്യത്തിൽ ഇവിടുത്തെ നേരത്തെ സൂചിപ്പിച്ച ആരോഗ്യ രംഗത്താണെങ്കിലും വിദ്യാഭ്യാസ രംഗത്താണെങ്കിലും മറ്റ് ലോക്സഭാ മണ്ഡലങ്ങളിൽ നിന്ന് കുറച്ച് പുറകിലേക്കാണോ എന്ന് സംശയിക്കപ്പെടുന്ന പാലക്കാടിന് അത് മറികടക്കപ്പെടണമെന്ന നിശ്ചയദാർഢ്യമുള്ള ഒരാൾ, അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസ പ്രൊജക്ടുകൾക്കും അതുപോലെ തന്നെ ആരോഗ്യ മേഖലയിലെ ഇടപെടലുകൾക്കും കൃത്യതയുണ്ടായിരുന്ന ഒരു 5 വർഷക്കാലമായിരുന്നു. MP-യുടെ ആസ്തി വികസന ഫണ്ട് എന്ന് പറയുന്ന ഫണ്ട് വർഷാവർഷം 5 കോടി രൂപ, അതിലെ കോവിഡ് വർഷങ്ങളിൽ ഒരു വർഷം പൂർണ്ണമായും ആ തുക നിഷേധിക്കപ്പെടുകയും എല്ലാ MP-മാർക്കും നിഷേധിക്കപ്പെട്ടു എന്നുള്ളതാണ് വസ്തുത. രണ്ടാമത്തെ വർഷം 3 കോടി പിടിച്ചു വെക്കുകയും ചെയ്തപ്പോൾ ആദ്യത്തെ വർഷത്തെ 5 കോടിയും അവസാന വർഷങ്ങളിലെ 5 കോടിയും അങ്ങനെ 15 കോടിയും ഒരു വർഷത്തെ 2 കോടിയും ചേർന്ന് 17 കോടിക്ക് കൃത്യവും വ്യക്തവുമായിട്ടുള്ള പ്രൊജക്ടുകൾ സബ്മിറ്റ് ചെയ്യുകയും ആ പ്രൊജക്ടുകൾ രാഷ്ട്രീയം, ഇംപ്ലിമെന്റിംഗ് ഓഫീസർ എല്ലായ്പ്പോഴും ജില്ലാ ഭരണകൂടമാണ്, സംസ്ഥാന സർക്കാരിന്റെ അനുമതിയും ഇടപെടലുകളും എല്ലായ്പ്പോഴും ഉണ്ടാകുന്നതാണ്. അതുകൊണ്ട് തന്നെ പ്രൊജക്ടുകൾ പലതും പിടിച്ചുവെക്കപ്പെടും എന്നുള്ള ധാരണയോടുകൂടി തന്നെ പ്രൊജക്ടുകൾ സബ്മിറ്റ് ചെയ്യുമ്പോൾ തന്നെ ആ തുകയ്ക്ക് കൂടുതൽ, നിങ്ങൾ ആ വെബ്സൈറ്റിൽ പോയി നോക്കിയാൽ കാണാൻ സാധിക്കും, എല്ലാ MP-മാരും ചെയ്യുന്നത് തന്നെയാണത്. അവർ സബ്മിറ്റ് ചെയ്യുന്ന പ്രൊജക്ടുകൾ അനുവദിക്കപ്പെടാൻ ഉള്ള തുകയേക്കാൾ തന്നെ സബ്മിറ്റ് ചെയ്യും. കാരണം ഏതൊക്കെ പ്രൊജക്ടുകൾ പിടിച്ചുവെക്കപ്പെടും എന്നുള്ളത് രാഷ്ട്രീയ പ്രേരിതമായി തന്നെ നടക്കുന്ന ഒരു സംസ്ഥാനം എന്നുള്ള രീതിയിൽ അതിന്റെ മുൻവിധികളുള്ള MP-മാർ അത് കൃത്യമായി ചെയ്യുമായിരുന്നു. ആ MP, അങ്ങനെ ഇടപെട്ട ഒരു MP-യെ സമൂഹ മാധ്യമങ്ങളിൽ ഇല്ലാവചനം പറഞ്ഞ് വേട്ടയാടയെ തുടങ്ങിയത് CPM ആയിരുന്നു. അദ്ദേഹത്തിന്റെ MP ഫണ്ടിന്റെ കണക്കിൽ തന്നെ വർഷാവർഷം 7 കോടി എന്നുള്ള ഊതിപ്പെരിപ്പിച്ച കണക്ക്, എന്തു ശ്രീകണ്ഠന് മാത്രം 7 കോടിയുടെ MP ലാറ്റ്സ് ഫണ്ടാണ് കിട്ടുന്നത് എന്ന് പറയുന്ന ഒരു സാഹചര്യം, ഒരുപക്ഷെ പാലക്കാട് നഗരസഭ എന്ന് പറയുന്ന BJP ഭരിക്കുന്ന പ്രദേശത്തെ ഒരു മുനിസിപ്പൽ സ്റ്റാൻഡിന് പോലും ഒരു തുക നീക്കി വെക്കാൻ ഈ പാലക്കാടിന്റെ നഗരസഭയുടെ അധിപന്മാർക്ക് സാധിച്ചില്ല എന്നുള്ളതും, പാലക്കാടിന്റെ നഗരസഭയ്ക്ക് വേണ്ടുന്ന പശ്ചാത്തല സൗകര്യ വികസനങ്ങൾക്ക് ഹെഡ് ക്വാർട്ടേഴ്സ് ആണല്ലോ ഈ ലോക്സഭയുടെ, അതിൻ്റെതായ രീതിയിൽ ഈ നഗരസഭയ്ക്ക്
ശ്രീകണ്ഠൻ എന്ന് പറയുന്ന MP-യോട് വിരോധം തീർക്കുന്നതിന് വേണ്ടിയുള്ള ഇടപെടലുകൾ മാത്രം നടക്കുന്ന രീതിയും ഒക്കെയായിരുന്നു. അപ്പോഴും ഈ ജില്ലാ ഹെഡ്ക്വാർട്ടേഴ്സിൽ ആശുപത്രി അടക്കം ഞാൻ നേരത്തെ സൂചിപ്പിച്ച ആരോഗ്യരംഗത്ത് പിന്നോക്കം നിൽക്കുന്ന ഒരു ജില്ല എന്നുള്ള രീതിയിൽ പാലക്കാടിനെ കൈപിടിച്ച് നടത്താനായിരുന്നു ശ്രീകണ്ഠൻ ശ്രമിച്ചത്. അട്ടപ്പാടി പോലെയുള്ള ആദിവാസി പ്രശ്നങ്ങളിൽ ഇടപെടുന്ന സമയത്ത് ഒരുപക്ഷെ കേരളത്തിൽ ICU ആംബുലൻസ് സ്വന്തമായി ഒരു സർക്കാർ ആശുപത്രിക്ക് ഉണ്ട് എന്ന് അവകാശപ്പെടാൻ പറ്റുന്നത് കൂടിയുള്ള സൗകര്യങ്ങൾ ഉൾപ്പെടുത്തിയ അട്ടപ്പാടിയിലെ ആശുപത്രി മാത്രമാണ്. ബാക്കിയൊക്കെ വാടകയ്ക്ക് എടുക്കുന്നതാണ്. വാടക കാശ് പോലും രോഗികൾ കൊടുക്കേണ്ട വി കെ ശ്രീകണ്ഠന്റെ MP ഫണ്ട് ചെലവഴിച്ചതിലെ മേന്മയാണ് നിങ്ങളുടെ പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ് മുദ്രാവാക്യം. അല്ല, അങ്ങനെ അതിനെ കുറച്ച് കാണരുത് അജിൻസ്. ഒരു MP-യെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് കിട്ടുന്ന ആസ്തി വികസന ഫണ്ട് 5 കോടി കിട്ടുന്നു എന്നും അത് ചെലവഴിക്കുന്നു എന്നുള്ളതും അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്തമാണ്. ഭരിക്കുന്ന സർക്കാരിൽ നിന്ന് അദ്ദേഹം എന്തൊക്കെയാണ് വാങ്ങിയെടുക്കുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു മാനദണ്ഡം. ആ മാനദണ്ഡം വെച്ച് പറയുകയാണെങ്കിൽ ഒന്നാം NDA സർക്കാരിൽ ആദ്യത്തെ മന്ത്രി മോഡി മന്ത്രിസഭയിൽ നിന്ന് ഈ പ്രദേശത്തിന്റെ MP ആയിരുന്ന MP രാജേഷിന് അദ്ദേഹത്തിന്റെ പ്രദേശത്തെ പശ്ചാത്തല സൗകര്യ വികസനത്തിന്റെ റോഡ് വികസനത്തിന്റെ കാര്യത്തിൽ പ്രൈം മിനിസ്റ്റേഴ്സ് ഗ്രാമീൺ സഡക് യോജന എന്ന് പറഞ്ഞ പ്രധാനമന്ത്രി PMGSY എന്നുള്ള പദ്ധതിയിൽ വാങ്ങിയെടുക്കാൻ കഴിഞ്ഞ തുക പരിമിതമായിരുന്നു. 12ാം സ്ഥാനത്തായിരുന്നു കേരളത്തിൽ 20 MP-മാരിൽ. എന്നാൽ ശ്രീകണ്ഠൻ 18 വ്യത്യസ്ത പ്രൊജക്ടുകളിലൂടെ 126 കോടി നേടിയെടുത്ത ആ കണക്ക് പരിശോധിക്കണം. PMGSY പദ്ധതിയിൽ ഏറ്റവും കൂടുതൽ ഫണ്ട് വാങ്ങിയെടുക്കുക അതൊരു കഴിവ് തന്നെയാണ്. ഭരിക്കുന്നവരാരോ ആയിക്കൊള്ളട്ടെ, എന്റെ പ്രദേശത്തിന്റെ വികസനം എന്നിലൂടെയാണ് സാധ്യമാവുക എന്നും. ഇപ്പൊ ഉദാഹരണത്തിന് ഗ്രീൻഫീൽഡ് ഹൈവേ പ്രൊജക്ട് വരുമ്പോൾ പദ്ധതി കൊണ്ടുവരുന്ന സർക്കാരാണെന്ന് പറയപ്പെടുമ്പോഴും അതിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ജനങ്ങൾ സ്ഥലം വിട്ടുകൊടുക്കില്ല. ആദ്യം എന്റെ സ്ഥലം കവർന്നെടുക്കപ്പെടുന്നു എന്നാണ്. അപ്പൊ നിയമം എന്താണെന്ന് പറഞ്ഞു കൊടുത്ത് അവരുടെ കൂടെ നിന്ന് ആ പ്രൊജക്ട് സാധ്യമാക്കുന്നതിനൊക്കെ മുന്നിൽ നിൽക്കുന്ന ഒരാൾ എന്നുള്ള രീതിയിൽ റെയിൽവേ വികസനത്തിന്റെ കാര്യത്തിൽ ഒന്നൊന്നായി പറഞ്ഞു തുടങ്ങിയാൽ നിരവധി അനവധി കാര്യങ്ങളുണ്ട് എന്നുള്ളത് തന്നെയാണ് അതിന്റെ അടിസ്ഥാനം. ആർഷോ, ഒരു MP എന്ന നിലയിൽ തനിക്ക് ലഭിക്കുന്ന MP ഫണ്ട് എങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു, എങ്ങനെ കൃത്യമായി വിതരണം ചെയ്തു, പുതിയ പ്രൊജക്ടുകൾ എങ്ങനെ കേന്ദ്ര സർക്കാരിൽ സമർപ്പിച്ച് നടപ്പാക്കി, ഇത്തരം വികസന കാര്യങ്ങളാണ് MP എന്ന നിലയിൽ UDF മുന്നോട്ട് വയ്ക്കുന്ന വി കെ ശ്രീകണ്ഠന്റെ നേട്ടമായി നിങ്ങൾ എന്ത് പറഞ്ഞ് അദ്ദേഹത്തിനെതിരായ വോട്ട് സമാഹരിക്കും? അല്ല, ഇതിനകത്ത് ഈ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ MP-യുടെ ഫണ്ട് വിനിയോഗത്തെ സംബന്ധിച്ചും അതിൽ അദ്ദേഹം കാണിച്ചിട്ടുള്ള അലംഭാവങ്ങളെ സംബന്ധിച്ചും ഒക്കെ കഴിഞ്ഞ കുറച്ചധികം ദിവസങ്ങളായി പാലക്കാട് വളരെ കൃത്യമായി തന്നെ ചർച്ച ചെയ്തു പോകുന്നുണ്ട്. എന്നാൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ തെരഞ്ഞെടുപ്പിനെ കാണുന്നത് ഇന്ത്യ സ്വതന്ത്രമാക്കപ്പെട്ട 7.5 പതിറ്റാണ്ടിന് ശേഷം നടക്കുന്ന ഏറ്റവും വലിയ ജനാധിപത്യ സമരമായിട്ടാണ്. നമ്മുടെ രാജ്യം തന്നെ നിലനിൽക്കുമോ ഇല്ലയോ എന്നുള്ള ചോദ്യം ഉയർത്തിക്കൊണ്ടാണ് 18ാമത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് നമ്മുടെയൊക്കെ മുൻപിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. രാജ്യം വലിയ പ്രതിസന്ധിയിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു. രാജ്യത്തെ സാധാരണക്കാരായ മനുഷ്യരുടെ ജീവിതം കൂടുതൽ ദുസ്സഹമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിദരിദ്രരായ മനുഷ്യരുടെ എണ്ണം രാജ്യത്തിനകത്ത് മുൻപില്ലാത്ത വണ്ണം വലിയ തോതിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. കർഷക ആത്മഹത്യകൾ രാജ്യത്ത് മുൻപില്ലാത്ത വണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. തൊഴിലാളികളുടെ വലിയ വിഷയങ്ങൾ രാജ്യത്ത് നിലനിൽക്കുന്നു. സമസ്ത മേഖലകളിലെയും മനുഷ്യർ വലിയ പ്രതിസന്ധിയിലെത്തുമ്പോൾ ഈ രാജ്യത്തെ മനുഷ്യന് സമരം ചെയ്യുക എന്നുള്ളതല്ലാതെ രാജ്യത്ത് നിലനിൽക്കുന്നതിന് വേണ്ടി ആത്മാഭിമാനത്തോടെ ശിരസുയർത്തിപ്പിടിച്ച് ജീവിക്കുന്നതിന് വേണ്ടി മറ്റുപാധികളില്ല എന്നൊരു കാലഘട്ടത്തിലൂടെ സാഹചര്യത്തിലൂടെ രാജ്യം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതേ ഘട്ടത്തിൽ തന്നെ ഇന്ത്യയുടെ ഭരണഘടനയ്ക്കെതിരായിട്ടുള്ള വലിയ കടന്നാക്രമണം, വലിയ വെല്ലുവിളി സംഘപരിവാര കേന്ദ്രങ്ങൾ ഉയർത്തിക്കൊണ്ടേയിരിക്കുന്നു. ഇന്ത്യൻ ഭരണഘടന മുന്നോട്ട് വെക്കുന്ന ജനാധിപത്യ കാഴ്ചപ്പാട് രാജ്യത്ത് വലിയ തോതിൽ ചോദ്യം ചെയ്യപ്പെടുന്നു. ജനാധിപത്യപരമായി സംഘപരിവാർ ഭരണകൂടത്തിനെതിരെ വിമർശനം ഉന്നയിക്കുന്ന മനുഷ്യരെ ഇല്ലാതാക്കുന്നതിന് വേണ്ടി നിരന്തര ശ്രമങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഏതാനും മാസങ്ങൾക്ക് മുൻപാണ് ഫാദർ ശാൻസ്വാമി ഉൾപ്പെടെയുള്ള മനുഷ്യർ ഈ രാജ്യത്ത് ജീവൻ തടവറയ്ക്കകത്ത് എറിഞ്ഞു കൊടുക്കേണ്ടി വന്നത്. ആ നിലയ്ക്ക് ജനാധിപത്യപരമായ വിയോജിപ്പുകൾക്ക് ഇടമില്ലാത്ത രാജ്യമായി ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം അധപ്പതിക്കുന്നു. മതനിരപേക്ഷത രാജ്യത്ത് വെല്ലുവിളിക്കപ്പെടുന്നു. മതന്യൂനപക്ഷങ്ങൾക്ക് നേരെ അതിശക്തമായിട്ടുള്ള ആക്രമണങ്ങൾ രാജ്യത്ത് അരങ്ങേറിക്കൊണ്ടിരിക്കുന്നു. ഈ തെരഞ്ഞെടുപ്പ് പശ്ചാത്തലത്തിലും നമ്മൾ ഇന്നിവിടെ മീഡിയ വണ്ണിന്റെ ഈ ചർച്ച സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിലും മണിപ്പൂരിന്റെ തെരുവുകളിൽ നിന്നുള്ള നിലവിളി അടങ്ങിയിട്ടില്ല. മണിപ്പൂരിന്റെ തെരുവിൽ നിരവധിയായിട്ടുള്ള മനുഷ്യർക്ക് ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യം നമ്മൾ കണ്ടു. നിരവധി സ്ത്രീകൾ കൂട്ടബലാത്സംഗത്തിന് ഇരയാകുന്ന സാഹചര്യം നമ്മൾ കണ്ടു. അങ്ങനെ ഈ രാജ്യത്തിന്റെ എല്ലാ ജനാധിപത്യ സാധ്യതകളെയും വെല്ലുവിളിച്ചുകൊണ്ട് സംഘപരിവാര ഭരണകൂടം തുടർച്ചയായി പോയ 10 വർഷം, ആ 10 വർഷക്കാലത്തിന് ഇപ്പുറം നടക്കുന്ന തെരഞ്ഞെടുപ്പ് നിശ്ചയമായും കേരളത്തെ സംബന്ധിച്ച് എല്ലാ കാലഘട്ടത്തിലും സംഘപരിവാരത്തിന്റെ ഈ വെറുപ്പിന്റെ വിദ്വേഷത്തിന്റെ രാഷ്ട്രീയത്തിനെതിരെ നിലപാട് സ്വീകരിച്ചിട്ടുള്ള ആളുകളാണ്. നേരത്തെ സരൺ സൂചിപ്പിച്ചു 2019 തെരഞ്ഞെടുപ്പ് വരുന്ന ഘട്ടത്തിൽ പാലക്കാട് ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങൾ കോൺഗ്രസിനെ തെരഞ്ഞെടുക്കുന്ന നിലയുണ്ടായി. വസ്തുതയാണ്. 2019
5 വർഷക്കാലത്തെ സംഘപരിവാർ ഭരണകൂടത്തിനെതിരായ RSS വിരുദ്ധ നിലപാട് സ്വീകരിച്ച ആളുകളാണ് കേരളത്തിലെയും പാലക്കാട്ടെയും ജനവിഭാഗങ്ങൾ. എന്നാൽ കഴിഞ്ഞ 19 ഉണ്ടായിരുന്ന ഒരു പ്രതീതി രാഹുൽ ഗാന്ധി കേരളത്തിലേക്ക് മത്സരിക്കാൻ വേണ്ടി വരുന്നു, രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകുമെന്നുള്ള പ്രതീതി സൃഷ്ടിക്കപ്പെടുന്നു, കോൺഗ്രസ് അധികാരത്തിലേക്ക് വരാൻ വേണ്ടി പോകുന്നു എന്നുള്ള പ്രതീതി സൃഷ്ടിക്കപ്പെടുന്നു. സ്വാഭാവികമായും മതനിരപേക്ഷ ചേരിയിൽ ഉണ്ടായിരുന്ന മനുഷ്യർ കോൺഗ്രസിനോടൊപ്പം നിന്നു. എന്നാൽ 5 വർഷത്തിനിപ്പുറം 2024 തെരഞ്ഞെടുപ്പ് എത്തുമ്പോൾ 2019 ഈ നാട്ടിലെ ജനങ്ങൾ കോൺഗ്രസിൽ അർപ്പിച്ച വിശ്വാസം എത്രമാത്രം കാക്കുന്നതിന് വേണ്ടി കോൺഗ്രസിനെ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. കഴിഞ്ഞ 5 വർഷക്കാലത്തിനിടയിൽ സംഘപരിവാറിനെതിരായിട്ടുള്ള രാഷ്ട്രീയ സമരങ്ങളുടെ നേതൃത്വമാകുന്നതിന് വേണ്ടി പാലക്കാട് MP ഉൾപ്പെടെ ഈ നാട്ടിലെ മനുഷ്യർ തെരഞ്ഞെടുത്ത കോൺഗ്രസിന്റെ MP ജനപ്രതിനിധികൾ തയ്യാറാകാതിരുന്നതിന്റെ കാഴ്ച ഇന്ത്യൻ പാർലമെന്റിൽ ഉൾപ്പെടെ NIA വിരുദ്ധ NIA ഭേദഗതി നിയമമടക്കം വരുമ്പോ അമിത്ഷാ ഒന്ന് മീശ വിരിക്കുമ്പോഴേക്കും അതിനനുകൂലമായി വോട്ട് ചെയ്യുന്ന നിലയിലേക്ക് PK ശ്രീകണ്ഠൻ ഉൾപ്പെടെയുള്ള കോൺഗ്രസിന്റെ MP മാറിപ്പോയ കാഴ്ച നമ്മൾ കണ്ടു. പൗരത്വ നിയമ ഭേദഗതി ഉൾപ്പെടെ രാജ്യം ഗൗരവകരമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിനെതിരെ വാതുറക്കാൻ ശേഷിയില്ലാത്തവരായി തങ്ങളുടെ തെരഞ്ഞെടുപ്പ് മാനിഫെസ്റ്റോയിൽ അടക്കം പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ ഒരു വാക്ക് രേഖപ്പെടുത്തുന്നതിന് വേണ്ടി ആർജവമില്ലാത്ത ആളുകളായി ഈ നാട്ടിലെ ജനങ്ങൾ തെരഞ്ഞെടുത്ത കോൺഗ്രസ് മാറിക്കൊണ്ടിരിക്കുക. അങ്ങനെ ഈ രാജ്യത്ത് സംഘപരിവാറിനെതിരായിട്ടുള്ള സമരമുന്നണിയിൽ അണിനിരക്കുന്നതിന് വേണ്ടി തയ്യാറാകാതെ, ഈ നാട്ടിലെ ജനങ്ങളുടെ അടിസ്ഥാന പ്രശ്നങ്ങൾ രാജ്യത്ത് ഉയർത്തുന്നതിന് വേണ്ടി തയ്യാറാകാതെ, സംഘപരിവാർ മുന്നോട്ട് വെക്കുന്ന തീവ്ര ഹിന്ദുത്വ നിലപാടുകളെ മൃദു ഹിന്ദുത്വം ഉയർത്തി എങ്ങനെ പ്രതിരോധിക്കാം അല്ലെങ്കിൽ എങ്ങനെ കവച്ചു വെക്കാം എന്നതിനെ കുറിച്ച് മാത്രം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയമില്ലാത്തൊരു കൂട്ടമായി കോൺഗ്രസ് അധപ്പതിച്ചുകൊണ്ടിരിക്കുന്ന പശ്ചാത്തലത്തിലാണ് ഈ നാട്ടിൽ അതിനെതിരായിട്ടുള്ള രാഷ്ട്രീയ മുദ്രാവാക്യങ്ങൾ ഉയർത്തി ഞങ്ങൾ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. ഈ തെരഞ്ഞെടുപ്പ് പാലക്കാട് ഉൾപ്പെടെ വിജയിക്കും. നയങ്ങൾക്കെതിരായിട്ടുള്ള രാഷ്ട്രീയമാണ് LDF മുന്നോട്ട് വെക്കുന്നത്. ശ്രീ പ്രശാന്ത്, നിങ്ങളെ എങ്ങനെ സമർത്ഥമായി ചെറുക്കും, അതിലാരാണ് ചാമ്പ്യൻ എന്നതാണ് LDF UDF തമ്മിലുള്ള തർക്കം. അതായത് അവരുടെ രണ്ടുപേരുടെയും പൊതുശത്രു നിങ്ങളാണ്. അതിൽ ആരാണ് ഏറ്റവും നന്നായി മികവ് കാണിക്കുന്നത് എന്നതാണ് പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ് വിഷയമായി LDF മുന്നോട്ട് വയ്ക്കുന്നത്. നിങ്ങൾ കുറച്ച് വിയർക്കില്ലേ? ഏറ്റവും അജിംസ് അവസാനം പറഞ്ഞൊരു പോയിന്റ്, നിങ്ങൾ കുറച്ച് വിയർക്കില്ല എന്നുള്ളത്. ആർക്കു മുന്നിലാണ് ഞങ്ങൾ വിയർക്കാനായിട്ട് പോകുന്നത്? ഇവിടെ ഈ പറയുന്ന കേരളത്തിന് പുറത്ത് ഒറ്റയ്ക്ക് മത്സരിക്കാൻ പോലും ധൈര്യമില്ലാതെ പരസ്പരം പോരടിച്ചു നിന്ന ആളുകൾ, പരസ്പരം അഴിമതി നടത്തിയിരുന്ന ആളുകൾ, പരസ്പരം ചെളിവാരി എറിഞ്ഞിരുന്ന ആളുകൾ, അവരൊരുമിച്ചൊരു തട്ടിക്കൂട്ട് മുന്നണി ഉണ്ടാക്കിക്കൊണ്ട് BJPക്കെതിരെ നേരിടാനായിട്ടെന്ന് വന്നിരിക്കുകയാണ്. ഞങ്ങൾ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് നരേന്ദ്രമോദി സർക്കാരിൻ്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ 10 വർഷം ഈ ഇന്ത്യ മഹാരാജ്യത്തെ നടപ്പിൽ വരുത്തിയിട്ടുള്ള പദ്ധതികളെ എണ്ണി പറഞ്ഞുകൊണ്ട് അതിൻ്റെ ഗുണഭോക്താക്കളുടെ വീടുകളിലേക്ക് കയറി ചെന്ന് സമ്പർക്കം ചെയ്തുകൊണ്ട് നരേന്ദ്രമോദി സർക്കാരിൻ്റെ പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ട് അതിൻ്റെ പ്രോഗ്രസ് റിപ്പോർട്ടിനെ മുന്നിൽ വെച്ചുകൊണ്ടാണ് ഞങ്ങൾ ഇവിടുത്തെ ജനങ്ങൾക്ക് മുൻപിലേക്ക് വോട്ട് ചോദിച്ചു പോകുന്നത്. ചരിത്രത്തിൽ ആദ്യമായി ഒരു സർക്കാർ അവർ കഴിഞ്ഞ 10 വർഷം നടപ്പിൽ വരുത്തിയ പദ്ധതികൾ തങ്ങളുടെ പ്രകടന പത്രികയിൽ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടോ അതിൽ ഏതൊക്കെ കാര്യങ്ങൾ നടപ്പിൽ വരുത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ജനങ്ങൾക്ക് മുന്നിലേക്ക് ഇറങ്ങിച്ചെല്ലുകയാണ്. ഇത്തരത്തിൽ ഇതിനു മുമ്പ് ഇന്ത്യ മഹാരാജ്യത്ത് പല രാഷ്ട്രീയ പാർട്ടികളും പ്രകടന പത്രികകൾ അടിച്ചിറക്കിയിട്ടുണ്ടെങ്കിലും ആ പ്രകടന പത്രികയിലെ വാഗ്ദാനങ്ങൾ നടപ്പിൽ വരുത്തിയ പ്രോഗ്രസ് റിപ്പോർട്ടുമായി ജനങ്ങൾക്ക് മുന്നിലേക്ക് പോകാനുള്ള ധൈര്യമില്ലായിരുന്നു. പക്ഷെ ഞങ്ങൾ അങ്ങനെയല്ല. ഞങ്ങൾ നടപ്പിൽ വരുത്തിയ പദ്ധതികളുമായി ജനങ്ങൾക്ക് മുന്നിലേക്ക് ഇറങ്ങിച്ചെല്ലുകയാണ്. ഇപ്പൊ ഇവിടെ ഈ നേരത്തെ സൂചിപ്പിച്ചതിലെ CPMന്റെ പ്രതിനിധി പറയുകയുണ്ടായി, രാജ്യത്തെ ജനാധിപത്യം തകർന്നുകൊണ്ടിരിക്കുകയാണ്, സമര പോരാട്ടങ്ങൾ നടത്താൻ പോവുകയാണെന്നൊക്കെ. ഈ കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് വരെ ഇവരുടെ മുഖ്യമന്ത്രിയുടെ മൂക്കിന്റെ തുമ്പിൽ CPO റാങ്ക് ലിസ്റ്റിനകത്ത് ഉൾപ്പെട്ടിട്ടും നിയമനം ലഭിക്കാതെ ആയിരക്കണക്കിന് വരുന്ന ചെറുപ്പക്കാർ ഇവർക്ക് മുന്നിൽ മുട്ടിലെഴഞ്ഞുകൊണ്ട് പിച്ചച്ചട്ടി എടുത്തുകൊണ്ട് സമരം ചെയ്ത സമയത്ത് അവർക്ക് മുന്നിലേക്ക് മുഖം തിരിഞ്ഞു നോക്കാത്ത ആളുകളാണ് സമരത്തെക്കുറിച്ച് പറയാനായിട്ട് പോകുന്നത്. പിന്നെ മണിപ്പൂരിലെ സ്ത്രീകൾ വിലപിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞു. ഇതേ പാലക്കാട് ജില്ലയിലെ 20 കിലോമീറ്റർ അപ്പുറത്ത് വാളയാറിലെ 2 പിഞ്ചു പെൺകുട്ടികളെ പിച്ചി ചീന്തി കെട്ടിത്തൂക്കിയതിനെ കുറിച്ച് യാതൊരു മിണ്ടാട്ടവും ഇല്ലാതിരുന്ന ആളുകള്, വണ്ടിപ്പെരിയാറിലെ ഒരു പിഞ്ചു പെൺകുട്ടിയെ പീഡിപ്പിച്ച് കൊലപ്പെടുത്തി ആ സമയത്ത് പ്രതികരിക്കാതിരുന്ന ആളുകള്, ലോകം മുഴുവൻ വൻ നാശം വിതച്ചുകൊണ്ടിരുന്ന കോവിഡ് മഹാമാരിക്കിടയിലെ ആംബുലൻസിനകത്ത് പത്തനംതിട്ട ആറന്മുളയിലെ ആംബുലൻസിനകത്ത് ഒരു പെൺകുട്ടിയെ കോവിഡ് രോഗിയെ പീഡിപ്പിച്ച സമയത്ത് പ്രതികരിക്കാതിരുന്ന ആളുകളാണ് ഇപ്പോ
സ്ത്രീത്വത്തെ കുറിച്ചൊക്കെ പറയുന്നത്. ഇതേ CPM-ന്റെ പ്രതിനിധി തന്റെ സഹോദര പ്രസ്ഥാനത്തിൽ ഒരു പെൺകുട്ടിയോട് ASF-ന്റെ നേതാവിനോട് എന്താ പറഞ്ഞത്? തന്തയില്ലാത്ത കുഞ്ഞിനെ ജനിപ്പിച്ചു എന്ന് പറഞ്ഞ ആളാണ് ഇവിടെ സ്ത്രീത്വത്തെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിങ്ങളെ ചാകല്ല ഇവിടെ നിങ്ങളെ ചാകല്ല നിങ്ങളെ ചാകല്ല കേട്ടോ, നിങ്ങളുടെ ചാകല്ല കേട്ടോ. അല്ല അല്ല, വായിൽ തോന്നി വിളിച്ചു പറയാനോ? വായിൽ തോന്നി വിളിച്ചു പറയാനോ? സംഭവങ്ങൾ പറഞ്ഞ സമയത്ത് അമ്മാതിരി വേഷം കെട്ടി ഇങ്ങോട്ട് ഒരു ചുക്കും ചെയ്യില്ല ഇവിടെ. ഒരു ചുക്കും ചെയ്യില്ല. ഇവിടെ എന്താ ചെയ്യാൻ പോകുന്നത്? ഒരു ചുക്കും ചെയ്യില്ല. താനോട് ചുക്കും ചെയ്യില്ല. നിങ്ങൾ ആരെ പഠിപ്പിക്കുന്നത്? താനിവിടെ ചുക്കും ചെയ്യില്ല. ഇവിടെ ഒരു ചുക്കും ചെയ്യില്ല. വീണ്ടും തുടരുകയാണ്. വ്യക്തിയാധിക്ഷേപങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് സംസാരിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു. പ്രശാന്ത്, എൻ്റെ ഒരു ക്വസ്റ്റ്യൻ, നമുക്ക് പോയിന്റിലേക്ക് വരാം. അപ്പോൾ അങ്ങ് പറഞ്ഞു മോദി സർക്കാരിന്റെ വികസന നേട്ടങ്ങളെ വോട്ടർമാരിലേക്ക് എത്തിച്ചുകൊണ്ടാണ് നിങ്ങൾ വോട്ട് നേടുന്നതെന്ന് പറയുന്നു. ഇപ്പോൾ ഒരു ഉദാഹരണം, BJP-യുടെ 2014-ലെയും 2019-ലെയും തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിലെ പ്രധാന വാഗ്ദാനമായിരുന്നു കാർഷിക വിളകൾക്കുള്ള അടിസ്ഥാന വില, തറവില. അത് നടപ്പാക്കാൻ കഴിയില്ലെന്ന് പിന്നീട് കോടതിയിൽ പറയും, അതിനെതിരെ സമരം ചെയ്യുകയും ചെയ്തു. സമരം നടന്നത് നിങ്ങൾക്കെതിരെ കൂടിയാണ് ഡൽഹി. ഇവിടെ നേരത്തെ ചർച്ചയിൽ സൂചിപ്പിച്ചു, ചർച്ചയിൽ നേരത്തെ നമ്മൾ സൂചിപ്പിച്ച് നിർത്തി. ഇവിടെ സ്ത്രീ പീഡനങ്ങളുമായി ബന്ധപ്പെട്ടൊക്കെ പറഞ്ഞ സമയത്ത് ഇതിനെക്കുറിച്ച് തൻ്റെ സ്വന്തം പാർട്ടിയിലുണ്ടായ കാര്യത്തെക്കുറിച്ച് പറഞ്ഞ സമയത്ത് ഇവിടെ ആളുകൾക്ക് പൊള്ളാൻ തുടങ്ങി. കാരണം സത്യത്തെ മൂടിവെക്കാൻ എല്ലാ കാലത്തും സാധിക്കില്ല. സത്യം എന്തായാലും പുറത്തു വരിക തന്നെ ചെയ്യും. അത് ജനങ്ങൾ ചർച്ച ചെയ്യുക തന്നെ ചെയ്യും. പിന്നെ നേരത്തെ ഒരു മിനിറ്റ് ഞാൻ പൂർണ്ണാക്കട്ടെ, അതിനിടയിലാണല്ലോ നേരത്തെ എന്റെ സമയം കൂടിയാണ് നഷ്ടപ്പെട്ടത്. നേരത്തെ ഇവിടെ പറഞ്ഞു, ഇവിടെയുള്ള സ്ത്രീത്വത്തെ കുറിച്ചൊക്കെ പറഞ്ഞു. ഇവിടെ ആലത്തൂരിലെ ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ ഒരു സ്ഥാനാർത്ഥിയെ ഞങ്ങൾ മത്സരിപ്പിച്ചിട്ടുണ്ട്, ഡോക്ടർ സരസു. ആ സരസു ടീച്ചർ പാലക്കാട് വിക്ടോറിയ കോളേജിൽ പ്രിൻസിപ്പൾ ആയിരുന്ന സമയത്ത് ഇതേ CPM-ന്റെ വിദ്യാർത്ഥി സംഘടനകള് ആ ടീച്ചർക്ക് നൽകിയ യാത്രയയപ്പ് എന്താണെന്ന് അറിയാമോ? ഇത്രകാലവും വിദ്യാർത്ഥികളെ സേവിച്ചതിന് വേണ്ടിയിട്ട് ആ ടീച്ചർക്ക് കുഴിമാടം ഒരുക്കിയ സംഘടനയുടെ പാരമ്പര്യവുമായിട്ടാണ് ഈ ചർച്ചയിൽ വന്ന് നിൽക്കുന്നത്. മഹാരാജാസ് കോളേജിലെ പഠിപ്പിച്ച അധ്യാപകന്റെ പ്രിൻസിപ്പളിന്റെ കസേര കത്തിച്ച ആളുകളാണ് ഇവരാണ് ഇവിടെ സ്ത്രീത്വത്തെ കുറിച്ച് ഘോരഘോരം വിളമ്പാനായിട്ട് പോകുന്നത്. അതുകൊണ്ട് ഇത്തരത്തിൽ പറയുന്ന സമയത്ത് തങ്ങൾ എന്തൊക്കെ മുൻകാലത്തിൽ ചെയ്തിട്ടുണ്ട് എന്ന് ഓർക്കുകയെങ്കിലും ചെയ്താൽ നന്നായിരിക്കുമെന്ന് തോന്നുന്നു. ഇനി രണ്ടാമത് ഇവിടെ കർഷകരെ കുറിച്ച് പറഞ്ഞു. ചരിത്രത്തിൽ ആദ്യമായി കോടിക്കണക്കിന് വരുന്ന കർഷകർക്ക് വേണ്ടി BJP എന്താണ് ചെയ്തതിനെ സംബന്ധിച്ച് വ്യക്തമായ കണക്ക് സഹിതം തന്നെ ഞാൻ പറയാം. പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി പ്രകാരം ഏകദേശം 12 കോടി ആളുകളുടെ അടുത്തേക്കാണ് ഡയറക്റ്റ് ബെനിഫിഷ്യറി ട്രാൻസ്ഫർ പ്രകാരം പ്രതിവർഷം 6000 രൂപ നരേന്ദ്രമോദി സർക്കാർ എത്തിച്ചു നൽകുന്നത്. ഇവരെല്ലാം കർഷകർ തന്നെയാണ്. ഇതേ കർഷകർക്ക് ചരിത്രത്തിൽ ആദ്യമായി അവരുടെ വിളകൾക്ക് ഇൻഷുറൻസ് നൽകുന്ന പദ്ധതി അത് നരേന്ദ്രമോദി സർക്കാർ കൊണ്ടുവന്നു. നെല്ലിന്റെ താങ്ങുവില സംസ്ഥാനം പല ഘട്ടങ്ങളിലായിട്ട് കുറച്ച സമയത്ത് കേന്ദ്ര സർക്കാർ കഴിഞ്ഞ 10 വർഷം കൊണ്ട് 60% നെല്ലിന്റെ താങ്ങുവില വർദ്ധിപ്പിച്ച് ഈ 2023-24 കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് 20 രൂപ 40 പൈസ കൊടുത്തതിൽ നിന്ന് 21 രൂപ 83 പൈസ ആക്കിയ സമയത്ത് അതിനാനുപാതികമായി സംസ്ഥാന സർക്കാർ 7 രൂപ 83 പൈസ കൊടുത്തതിൽ നിന്ന് കൂട്ടേണ്ടതിന് പകരം അതിനെ 6.37 കുറച്ചുകൊണ്ട് ഇന്നാട്ടിലെ കർഷകരെ വഞ്ചിച്ചു. നെല്ലറയുടെ നാടായ പാലക്കാട് വളരെ വ്യക്തമായ പദ്ധതികൾ ഇവിടുത്തെ സംസ്ഥാന സർക്കാരിന് ഉണ്ടായിരുന്നുവെങ്കിൽ
പാലക്കാടിനെ ഒരു റൈസ് ബൗളാക്കി മാറ്റുവാനായിട്ട് സാധിക്കുമായിരുന്നു. മറിച്ച് ഇവിടെ വികസനം എത്തിക്കാതെ, ഇവിടുത്തെ നെൽകർഷകരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാതെ, നാളുകളായി ഭരിച്ച് ഇവിടുത്തെ ജനങ്ങളെ കേവലം വോട്ട് ബാങ്ക് മാത്രമായി കണ്ടുകൊണ്ട് ഇവിടുത്തെ ജനങ്ങളെ പറ്റിക്കുന്ന ഒരു ഭരണമായിരുന്നു ഇവിടെ ഇത്ര കാലവും ഉണ്ടായിരുന്നത്. ഇതിനെതിരെ ജനങ്ങൾ വിധിയെഴുതുമെന്ന കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല. ഇതെല്ലാം ജനങ്ങൾക്ക് മുൻപിൽ വെച്ചുകൊണ്ട് തന്നെയാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെയും ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ പ്രവർത്തകർ ഈ തെരഞ്ഞെടുപ്പിൽ മുന്നോട്ട്. നിങ്ങൾ രാഷ്ട്രീയം പറയുന്നില്ല, കേന്ദ്ര സർക്കാരിനെതിരെ രാഷ്ട്രീയം പറയുന്നില്ല, രാജ്യത്തെ ജനാധിപത്യ സ്ഥാപനങ്ങളെ ശക്തി ക്ഷയിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കേന്ദ്ര സർക്കാരിനെതിരെ BJPക്കെതിരെ നിങ്ങൾക്കൊന്നും പറയാനില്ല എന്നാണ് LDFന്റെ ഒരു പ്രധാന ആരോപണം. LDFന്റെ ആരോപണമായിട്ട് തന്നെ ജിംസ് അത് രേഖപ്പെടുത്തുന്നത് അല്ലേ? ഈ സാധാരണ മനുഷ്യർ ഈ രാജ്യത്ത് ജനാധിപത്യത്തിന്റെ അവസാന പ്രതീക്ഷയായി കാണുന്ന മനുഷ്യന്റെ പേര് രാഹുൽ ഗാന്ധി എന്നാണ്. ആ മനുഷ്യൻ നടത്തുന്ന ഇടപെടലുകളെ മുൻനിർത്തിയാണ് ഇന്ത്യ സഖ്യത്തിന്റെ പോലും ജനാധിപത്യ പ്രതിരോധം ഇന്ന് ഈ രാജ്യത്ത് രൂപീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ആ പ്രതിരോധത്തിന്റെ ഒരോരം ചേർന്ന് തന്നെയാണ് CPM കേരളത്തിന് പുറത്തെങ്കിലും നടക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇവിടെ സംഘപരിവാർ വിരുദ്ധതയ്ക്കെതിരെ എല്ലാ കാലത്തും എങ്ങനെയായിരിക്കണം ഫാസിസത്തെ, സംഘപരിവാർ വർഗീയ ഫാസിസത്തെ തോൽപ്പിക്കേണ്ടത് എന്നുള്ളതിന് ദേശീയ തലത്തിൽ മാതൃകയായ ഒരു പ്രസ്ഥാനം ഇത് കോൺഗ്രസ് മാത്രമാണ് എന്ന് ചാനൽ ചർച്ചയിൽ തന്നെ സമ്മതിക്കുന്ന രീതിയിൽ പലരും, പാലക്കാട് നിന്നുള്ള പല പ്രതിനിധികളും BJPയുടെ പ്രതിനിധികൾ വരെ CPMനോട് പറഞ്ഞത് പലപ്പോഴായിട്ട് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. നമ്മൾ തമ്മിൽ സഖ്യത്തിലായിരുന്നു എന്നുള്ളത് മറക്കരുത്. പാലക്കാട്ടത്ത് നിങ്ങളുടെ സ്ഥാനാർത്ഥിക്ക് ഞങ്ങളുടെ ലാൽകൃഷ്ണ അഡ്വാനി വന്ന് പ്രസംഗിച്ചിട്ടുണ്ടെന്നുള്ളത് ഓർമ്മ വേണമെന്ന് ഇവർ പരസ്പരം ഓർമ്മപ്പെടുത്തട്ടെ. 89-ലെ VP സിംഗ് സർക്കാരിനെയും ചന്ദ്രശേഖർ സർക്കാരിനെയും BJP എന്തിനു വേണ്ടി താങ്ങി നിർത്തി എന്ന് ചോദിച്ചാൽ, CPM എന്തിനു വേണ്ടി താങ്ങി നിർത്തി എന്ന് ചോദിച്ചാൽ, അധികാരത്തിൽ നിന്ന് കോൺഗ്രസ് മാറ്റി നിർത്തപ്പെടണം എന്നുള്ള സിംഗിൾ പോയിന്റ് അജണ്ടയായിരുന്നു. എന്തുകൊണ്ട് കോൺഗ്രസ് അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്തപ്പെടണം എന്ന് ചോദിച്ചാൽ, നാടിന് ഗുണം ചെയ്യുന്ന ഒരു പ്രസ്ഥാനം എന്നുള്ള രീതിയിൽ അതിന്റെ തുടർച്ച എന്നേക്കുമായി അവസാനിപ്പിക്കുകയും തങ്ങളുടേതായ രാഷ്ട്രീയ മേധാവിത്വത്തിന് അടിത്തറ പാകുന്നതിന് വേണ്ടുന്ന ഈ സർക്കാരിനെതിരെ ഇന്ത്യയിൽ ഉയർന്നുന്ന ഏറ്റവും ശക്തമായ സമരമാണ് പൗരത്വ നിയമത്തിനെതിരായ സമരം. നിങ്ങളുടെ പ്രകടന പത്രികയിൽ CAA എന്നൊരു വാക്കില്ല എന്ന ആക്ഷേപം LDF ഉന്നയിക്കുന്നു. CAA എന്നുള്ള വാക്ക് ഈ ഇലക്ഷന്റെ എത്ര ദിവസം മുന്നെയാണ് ജിംസ് ചർച്ച ചെയ്യപ്പെട്ടു തുടങ്ങിയത്? ഇലക്ഷൻ പ്രഖ്യാപിക്കുന്നതിന്റെ 4 ദിവസം മുന്നെയാണ് 11-ാം തീയതി, മാർച്ച് മാസം 11-ാം തീയതി ഗസറ്റ് നോട്ടിഫിക്കേഷൻ വരുന്നത്. അറിയാമല്ലോ. അത് എന്തുകൊണ്ടായിരിക്കാം BJP 4 കൊല്ലം ബാക്ക് ബർണറിൽ വെച്ച, ഫ്രീസറിൽ വെച്ച ഈ കാര്യത്തെ വീണ്ടും പൊടിതട്ടിയെടുത്ത് ചെയ്തത്? ഇതിലേക്ക് ചർച്ച വരണമെന്നും ഈ ചർച്ചയിൽ ഊന്നി നിന്നുകൊണ്ട് തന്നെ എങ്ങനെയൊക്കെയാണോ ആളുകളെ 2 ചേരികളിലാക്കേണ്ടത് എന്നും ഒരു ചേരിയിലുള്ളവരെ പാകിസ്ഥാൻ എന്ന് വിളിച്ച് ആക്ഷേപിച്ച് മറുചേരിയെ ഒറ്റക്കെട്ടായി വോട്ട് ബാങ്കാക്കി മാറ്റി എങ്ങനെ രാഷ്ട്രീയം കളിക്കാമെന്നും അവര് ചിന്തിക്കുന്ന അതേ രീതിയിൽ തന്നെ ആ CAA എന്ന് പറയുന്ന വാക്കം പിടിച്ച് ഈ ഇന്ത്യയിൽ മുഴുവനും സമരത്തിനിറങ്ങുകയാണ് കോൺഗ്രസ് വേണ്ടത് എന്ന് CPM ഞങ്ങളെ പഠിപ്പിക്കുമ്പോൾ അങ്ങനെ തന്നെ സംഭവിച്ചിരുന്നു എങ്കിൽ എന്താണ് ഈ കേരളത്തിന് പുറത്ത് സംഭവിക്കുക? ജനങ്ങളോട് എന്താണ് നിങ്ങൾ ആ പ്രകടന പത്രിക ഒന്ന് എടുത്ത് വായിച്ചു നോക്കണം. 48 പേജുള്ള ന്യായപത്രം എന്ന് പറയുന്ന ആ പ്രകടന പത്രികയിൽ ഇത് വാക്കാണ് എന്ന് പറഞ്ഞ് മൊഴിമാറ്റം ചെയ്തത് മലയാളത്തിൽ ഇറക്കിയതിന്റെ പേജുകൾ 20-ലും 21-ലുമൊക്കെ ലിംഗ സമത്വത്തെ പറ്റിയും മതന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങളെ പറ്റിയും കോൺഗ്രസ് ഭരണഘടനയെ മുൻനിർത്തി നിയമങ്ങൾ എങ്ങനെയൊക്കെയാണോ വളച്ചൊടിക്കപ്പെട്ടത് അത് തിരുത്തുമെന്ന് പറയുമ്പോൾ ഞാൻ ഒരു കാര്യം മാത്രം ഉറപ്പ് പറയുന്നു, അസന്നിഗ്ധമായി പറയുന്നു, കോൺഗ്രസ് അധികാരത്തിൽ വരികയാണെങ്കിൽ എന്നല്ല, കോൺഗ്രസ് അധികാരത്തിൽ വരുന്ന അന്ന് തന്നെ ഈ നിയമം റദ്ദ് ചെയ്യപ്പെടുന്ന ദിവസമായിരിക്കും ഉണ്ടാവുക. അല്ലാതെ കേന്ദ്രത്തിൽ ഒരു നിയമം ഉള്ളപ്പോ അത് സംസ്ഥാനങ്ങളിൽ നടപ്പാക്കില്ല എന്ന് പറയുന്ന കോക്കാച്ചി കാണിക്കലല്ല. This law will be repealed. സംഘപരിവാർ BJP വിരുദ്ധ രാഷ്ട്രീയം എന്ന് പറയുന്നത് അവരുടെ അജണ്ടയിൽ പോയി തലവെച്ച് കൊടുക്കലല്ല, പകരം ജനങ്ങൾക്ക് മുമ്പിൽ പോസിറ്റീവായ കാര്യങ്ങൾ ഞങ്ങൾ ഇത് ചെയ്യുമെന്ന് പറയലാണ് എന്നാണ് സരിൻ പറയുന്നത്. അതിനകത്ത് ഒന്ന്, CAA വിഷയത്തെ ഈ ഘട്ടത്തിലും അതൊരു മതപരമായ വിഷയമായി മാത്രമാണോ കോൺഗ്രസ് കാണുന്നത് എന്നുള്ളതാണ്. ഞങ്ങളെ സംബന്ധിച്ച് അത് ഭരണഘടനാപരമായ വിഷയമാണ്. രാജ്യത്തിന്റെ ഭരണഘടന ചോദ്യം ചെയ്യപ്പെട്ടുകൊണ്ടാണ് ഒരു മതനിരപേക്ഷ രാജ്യത്തിനകത്ത്, ഒരു സെക്യുലർ സ്റ്റേറ്റിൽ ഭരണഘടനയ്ക്ക് വിരുദ്ധമായി മതത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ഒരു നിയമനിർമ്മാണം നടക്കുന്നത്. അത് ഭരണഘടനാ വിരുദ്ധാണ്. അങ്ങനെ ഭരണഘടനയ്ക്ക് വിരുദ്ധമായ ഒരു നിയമം ഈ നാട്ടിൽ നടപ്പാക്കുമ്പോൾ അതിനെതിരെ ഇപ്പോ ഈ കേരളത്തിലെ KPCCയുടെ നിലവിലുള്ള ആക്ടിംഗ് പ്രസിഡന്റ് MM ഹസനോട് നിങ്ങൾ മാധ്യമങ്ങൾ ചോദിച്ചില്ലേ, എന്തേ നിങ്ങൾ CAAക്കെതിരെ നിങ്ങളുടെ പ്രകടന പത്രികക്കകത്ത് ഒരു വാക്കും ഉണ്ടാതിരുന്നത് എന്ന് ചോദിച്ചപ്പോൾ ഇന്ന് സരൺ പറഞ്ഞ മറുപടി അല്ല അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾക്ക് സൗകര്യമില്ല എന്നാ പറഞ്ഞത്. അപ്പൊ അതിനകത്ത് സംഘപരിവാർ ഒരു നരേറ്റീവ് സൃഷ്ടിക്കുമെന്ന് കണ്ട് ഇവരിങ്ങനെ വഴിമാറിപ്പോവാ. ഇതുകൊണ്ടാണ് വയനാട്ടിൽ
സംഘപരിവാർ ലീഗിന്റെ കൊടി താഴ്ത്താൻ പറഞ്ഞപ്പോ ഉപരി അത് ലീഗിന്റെ കൊടിയും മടക്കി കോൺഗ്രസിന്റെ കൊടിയും മടക്കി ഇത് മുഴുവൻ മടക്കി പോക്കറ്റിൽ ഇട്ടിട്ട് മാറി നിന്നത്. അങ്ങനെ സംഘപരിവാർ ഒരു നരേറ്റീവ് സൃഷ്ടിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ, സംഘപരിവാർ വെറുപ്പിന്റെ രാഷ്ട്രീയം ഈ നാട്ടിൽ പരത്താൻ വേണ്ടി ശ്രമിക്കുമ്പോൾ നിവർന്നു നിന്ന് അതിനെ പ്രതിരോധിക്കുക, രാഷ്ട്രീയം പറഞ്ഞ് പ്രതിരോധിക്കുന്നതിന് വേണ്ടിയുള്ള ശേഷി ഈ നാട്ടിലെ കോൺഗ്രസിന് കുറയുന്നു എന്നുള്ളതാണ് ഞങ്ങളുടെ ആക്ഷേപം. അത് രാഷ്ട്രീയ വിമർശനമാണ്. ആ രാഷ്ട്രീയ വിമർശനം ഞങ്ങൾ ഉയർത്തുക തന്നെ ചെയ്യും. അതിന്റെ തുടർച്ചയിലാണല്ലോ ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിനോടൊപ്പം നടക്കുന്ന അരുണാചൽ പ്രദേശ് നിയമസഭാ തെരഞ്ഞെടുപ്പ്. ആ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ നോമിനേഷൻ കഴിയുമ്പോൾ 10 സീറ്റിലേക്ക് കോൺഗ്രസ് നോമിനേഷൻ കൊടുക്കാതിരിക്കുക, 10 സീറ്റിൽ ഏകപക്ഷീയമായി RSS ജയിച്ചു പോവാണ്. അങ്ങനെ ഈ രാജ്യത്ത് സംഘപരിവാറിനെ പ്രതിരോധിക്കുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആളുകൾ ഞങ്ങളാണ് എന്ന് ആവർത്തിച്ച് അവകാശപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ. അങ്ങനെ അവകാശപ്പെടുന്ന ആളുകളുടെ ഭാഗത്ത് നിന്ന് അതിൽ വലിയ പോരായ്മ ഉണ്ടാകുമ്പോ, വീഴ്ചയുണ്ടാകുമ്പോ ആ വീഴ്ച ചൂണ്ടിക്കാണിക്കുക എന്നുള്ളത് സ്വാഭാവികമായും അത് ഞങ്ങളുടെ രാഷ്ട്രീയം, ഞങ്ങളെ രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കുമെന്നുള്ളതാണ്. അതിനോടൊപ്പം അതിൽ അരുണാചൽ പ്രദേശ് പരാമർശ വിഷയമായതുകൊണ്ടാണ്, പുതിയൊരു വസ്തുതയെ അദ്ദേഹം ചർച്ചയിലേക്ക് കൊണ്ടുവന്നതുകൊണ്ട് ഞാനിപ്പോ ആർഷോയോട് ചോദിക്കുകയാണ്. ആർഷോയ്ക്ക് ഈ പറയുന്ന അരുണാചൽ പ്രദേശിൽ കോൺഗ്രസിന് 10 സീറ്റുകളിൽ സ്ഥാനാർത്ഥികളില്ല എന്ന് പറഞ്ഞു. കാലങ്ങളായി എടുത്ത് പരിശോധിക്കണം അജിംസ്, കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് എത്ര സ്ഥാനാർത്ഥികൾ ഉണ്ടായിരുന്നു? അതിന്റെ മുന്നത്തെ അരുണാചൽ പ്രദേശ് തെരഞ്ഞെടുപ്പിൽ ആ പ്രദേശത്ത് കോൺഗ്രസിന് ശക്തി ഉണ്ടായിരുന്ന സമയമുണ്ടായിരുന്നു. വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ എല്ലായ്പ്പോഴും കോൺഗ്രസ് ഭരിച്ച സംസ്ഥാനമാണ്. അതാണ് ഞാൻ പറയുന്നത്. എല്ലായ്പ്പോഴും നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റിന്റെ ഒരു പ്രത്യേകത, ആരാണ് കേന്ദ്രത്തിൽ അവിടേക്ക് മാറുന്ന രാഷ്ട്രീയത്തിന്റെ ഈ സ്വഭാവമുള്ള അതേ പാറ്റേണിലേക്ക് തന്നെയാണ് ത്രിപുരയിലും CPM പ്രശാന്ത് പറയുന്നത് കേന്ദ്ര സർക്കാരിന്റെ വികസനം ജനങ്ങളോട് പറഞ്ഞു കൊടുത്തിരിക്കുന്ന ഒറ്റ നിമിഷം. ഓക്കെ, നേരത്തെ അദ്ദേഹം പാലക്കാട് ഞാനൊക്കെ വിദ്യാർത്ഥിയായിരിക്കുന്ന കാലം മുതൽ പത്രങ്ങളൊക്കെ വായിക്കുന്നതാണ്. കഞ്ചിക്കോട് കോച്ച് ഫാക്ടറി 10 കൊല്ലം നിങ്ങൾ ഭരിച്ചു, അത് നടപ്പായിക്കൂടെ? രാജ്യത്ത് ഓൾറെഡി ഒരു കോച്ച് ഫാക്ടറി റായ്ബറേലിയിൽ വന്നു കഴിഞ്ഞു. ഈ കഞ്ചിക്കോട് കോച്ച് ഫാക്ടറിയുമായി ബന്ധപ്പെട്ട് പറയുന്ന സമയത്ത് ഇവിടെ മാറി മാറി ഭരിച്ച MP-മാരോ MLA-മാരോ ഇവിടുത്തെ സംസ്ഥാന സർക്കാരോ ആ കോച്ച് ഫാക്ടറിക്ക് ആവശ്യമായ സ്ഥലം കണ്ടെത്തി കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ചെറുവിരൽ പോലും അനക്കിയിരുന്നില്ല. അതോടൊപ്പം കൂട്ടിച്ചേർത്ത് തന്നെ ഞാനൊരു കാര്യം പറയാം. ഇവിടെ അട്ടപ്പാടിയിൽ ഒരു ആയുഷ് ആശുപത്രി ഇപ്പൊ നരേന്ദ്രമോദി സർക്കാർ അനുവദിച്ചിട്ടുണ്ട്. നാളെ ഇതുവരെയായി ആ ആശുപത്രിക്ക് ആവശ്യമായ സ്ഥലം കണ്ടെത്തി കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഇവിടുത്തെ MP-യുടെ ഭാഗത്തു നിന്നോ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നോ യാതൊരുവിധ ശ്രമങ്ങളും ഉണ്ടായിട്ടില്ല. കാലക്രമത്തിൽ പറയും നരേന്ദ്രമോദി സർക്കാർ ആയുഷ് ആശുപത്രി തന്നിട്ടില്ല എന്ന്. ഇവിടെ നിന്ന് സ്ഥലം കണ്ടെത്തി കൊടുക്കേണ്ട ആളുകൾ അതിനുവേണ്ടി യാതൊരുവിധ നീക്കവും നടത്താതെ കേന്ദ്ര സർക്കാരിന്റെ മേലെ പഴിചാറുന്ന ഒരു നയം ശരിയായ രീതിയല്ല. ഇനി നേരത്തെ 2 കാര്യങ്ങൾ, ഒരു മിനിറ്റ്. അവിടെ ഭൂമി ഏറ്റെടുത്ത് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ മാറി മാറി ഭരിച്ച MP-മാർ എന്തായിരുന്നു ചെയ്തിരുന്നത്? കഞ്ചിക്കോട് ഭൂമി ഏറ്റെടുത്ത് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ നിന്ന് മാറി മാറി ഭരിച്ചു വന്ന MP-മാർ എന്താ ചെയ്തിട്ടുള്ളത്? കോച്ച് ഫാക്ടറിക്ക് ആവശ്യമുള്ളതിനേക്കാൾ കൂടുതൽ ഭൂമി പാലക്കാട് IIT-ക്ക് വേണ്ടിയിരുന്നത് ഏറ്റെടുത്ത് കൊടുത്തല്ല. അല്ല, ഇവിടെ കഞ്ചിക്കോട് കോച്ച് ഫാക്ടറി ഭൂമി ഏറ്റെടുത്ത് കൊടുക്കേണ്ടത് ആരാണ്? പ്രഖ്യാപിച്ച കേന്ദ്ര സർക്കാർ തന്നെയാണോ? ഇവിടുത്തെ MP-മാർ എന്താണ് ചെയ്തിരുന്നത്? ഇനി ഞാൻ അതുമായി ബന്ധപ്പെട്ട് പറയാം. ഇവിടെ നേരത്തെ പറഞ്ഞു, വർഗീയതയെ കുറിച്ച് പറഞ്ഞു, സംഘപരിവാർ വർഗീയത. റായ്ബറേലിയിലേക്ക് കോച്ച് ഫാക്ടറി കൊണ്ടുപോയി പറഞ്ഞു, അത് അവിടെ തുടങ്ങിപ്പോയി, ഇനി ഇവിടെ തുടങ്ങാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഹരിയാനയിലെ ഈ രാജ്യത്ത് ആവശ്യമായ കോച്ചുകളെല്ലാം ഇപ്പൊ നിലവിലുള്ള 2 കോച്ച് ഫാക്ടറിയിൽ നിന്നും നിർമ്മിക്കുന്നുണ്ട്. ഇനി 3ാമത് ഒരെണ്ണത്തിന്റെ ആവശ്യം എന്താണ്? ഇപ്പൊ ആവശ്യത്തിനുള്ള കോച്ചുകൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനി ഒരു മിനിറ്റ് ഞാനൊന്ന് പൂർണ്ണമാക്കട്ടെ. ഇവിടെ നേരത്തെ വർഗീയതയെ കുറിച്ച് പറഞ്ഞു, സംഘപരിവാർ വർഗീയത, BJP വർഗീയതമായ രീതിയിൽ കാണുന്നു എന്നൊക്കെ പറഞ്ഞു. ചർച്ചയുടെ ഭാഗമായി നിങ്ങൾ പറയുന്നതിൽ എനിക്കൊരു ചെറിയൊരു സംശയം കൂടിയുണ്ട്, അത് ഞാനൊന്ന് ചോദിക്കുകയാണ്. കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടികകൾ പ്രഖ്യാപിച്ചു. അതിലെ ഗുജറാത്ത്, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, പഞ്ചാബ്, ഹരിയാന, ഉത്തരാഖണ്ഡ്, ഡൽഹി, ഹിമാചൽ പ്രദേശ്, ഇവിടെ നിന്ന് 130 ലോക്സഭാ സീറ്റുണ്ട്. ഇതിൽ പേരിന് പോലും ഒരു മുസ്ലിം സ്ഥാനാർത്ഥിയെ നിർത്താതെയാണ് ഇവര് ഇവിടെ നിന്ന് പറയുന്നത് BJP വർഗീയത എന്ന് പറയുന്നത്. BJP നിങ്ങൾ പറയുന്നല്ലോ ഓൾറെഡി വർഗീയതയാണ്. നിങ്ങൾ ഓൾറെഡി പറയുന്നുണ്ടല്ലോ BJP വർഗീയതയാണെന്ന്. ഈ പറയുന്ന ഒരു മിനിറ്റ്, BJP വർഗീയ പാർട്ടിയാണോ? BJP വർഗീയ പാർട്ടിയല്ല. ഈ പറയുന്ന ആളുകൾ എത്ര സ്ഥാനാർത്ഥികളെ ഈ സംസ്ഥാനത്ത് നിർത്തിയിട്ടുണ്ട്? ഈ പറയുന്ന ആളുകൾ
BJPയെ വിമർശിക്കുന്ന ആളുകൾ എത്ര സ്ഥാനാർത്ഥിയെ, ഞാൻ പറഞ്ഞു സംശയത്തിന്റെ പേരിൽ ചോദിക്കുകയാണ്, അതിന്റെ കണക്കുണ്ടെങ്കിൽ പറഞ്ഞാൽ ഒന്ന് ഞാനായിരുന്നു. ഇതാണ് ഇവിടെ പറയാനുള്ളത്. ഇനി 2 സഖ്യത്തെ കുറിച്ച് പറഞ്ഞു. CPM-ഉം BJP-യും സഖ്യമാണെന്നാണ് കോൺഗ്രസിന്റെ പ്രതിനിധി പറയുന്നത്. ഇവിടെ പകല് പോലെ വ്യക്തമാണ്, കേരളത്തിന് പുറത്ത് മുഴുവൻ സംസ്ഥാനങ്ങളിലും ഈ CPM-ഉം കോൺഗ്രസും ഒരുമിച്ച് നിന്നുകൊണ്ട് BJP-ക്കെതിരെ മത്സരിക്കുന്നുണ്ട്. തൊട്ടടുത്ത അയൽ സംസ്ഥാനമായ തമിഴ്നാടിൽ പോലും ഈ കഴിഞ്ഞ ദിവസം മധുരയിലെ സ്ഥാനാർത്ഥിയുടെ വലിയ പ്രചരണ ബോർഡിനകത്ത്, CPM-ന്റെ സ്ഥാനാർത്ഥിയുടെ പ്രചരണ ബോർഡിനകത്ത് രാഹുൽ ഗാന്ധിയുടെ പടമാണുള്ളത്. ഇവിടെ പരസ്യമായി സഖ്യത്തിൽ നിന്നുകൊണ്ട് BJP-യും CPM-ഉമാണ് സഖ്യം എന്ന് പറയുന്നത് ഏത് മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന് വ്യക്തമാക്കാൻ ഒരു ചോദ്യത്തിലേക്ക് കഞ്ചിക്കോട് കോച്ച് ആരോടാണ് ക്വസ്റ്റ്യൻ? അജിംസ് സമയം തുല്യമായിട്ട് പങ്കുവെക്കണം. BJP-യുടെ പ്രതിനിധിയാണ് ചോദിക്കാനുള്ളത്. കഞ്ചിക്കോട് കോച്ച് ഫാക്ടറിയുമായി ബന്ധപ്പെട്ട് പറഞ്ഞു, ഡയറക്റ്റ് ആയിട്ട് ഒറ്റ ചോദ്യം, BJP-യുടെ നിലപാട് ഇപ്പൊ പറയണം. കഞ്ചിക്കോട് കോച്ച് ഫാക്ടറി പാലക്കാട് ഇനി അനുവദിക്കുമോ, അത് വരുമോ ഇല്ലയോ? ഒറ്റ ചോദ്യം. രണ്ടാമത് ചോദിച്ചു പറയും. ഇവിടെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഇപ്പൊ ഇന്ത്യ മഹാരാജ്യത്ത് കോച്ചുകൾ നിർമ്മിക്കുന്നതിന് ആവശ്യമായ കോച്ച് ഫാക്ടറി നിലവിലുണ്ട്. 2 ഒരു മിനിറ്റ് മറുപടി പറയട്ടെ പെടക്കല്ലേ, മറുപടി പറയട്ടെ. ചോദ്യം ചോദിച്ചാൽ മറുപടി കേൾക്കാനുള്ള സാവകാശം ഉണ്ടാവണം. മറുപടി കേൾക്കാനുള്ള സാവകാശം ഉണ്ടാവണം. ചോദിച്ചിട്ട് ഇടയിൽ കുത്തിക്കയറരുത്. ചോദിച്ചാൽ മറുപടി പറയും. ഇവിടെ ഗവൺമെന്റ് കേന്ദ്ര സർക്കാർ അനുവദിച്ച ആയുഷ്മാൻ ആശുപത്രിക്ക് ഇനിയും സ്ഥലം ഏറ്റെടുത്ത് കൊടുത്തിട്ടില്ല. ഇവിടെ ഇതിനു മുൻപ് പ്രശാന്ത്, ഞാൻ ആ ചോദ്യത്തിന് ഒരു ഭേദഗതി പ്രശാന്ത്, കോച്ച് ഫാക്ടറി വേണ്ട, റെയിൽവേയുടെ മറ്റൊരു പ്രൊജക്ട് ആവശ്യപ്പെട്ടുകൊണ്ട് ശ്രീകണ്ഠൻ MP റെയിൽവേ ബോർഡിനും റെയിൽവേ മിനിസ്റ്റർക്കും ലോക്സഭയിലും ഉന്നയിച്ച 13 തവണയായി ഉന്നയിച്ച ആവശ്യം അവിടെ കിടപ്പുണ്ട്. ഏതെങ്കിലും മറ്റൊരു റെയിൽ പ്രൊജക്ട് തരാൻ കനിവുണ്ടാവോ? എന്തൊക്കെയാണ് പദ്ധതികളൊന്നും പറഞ്ഞോളൂ. അല്ല, ഞാൻ പ്രശാന്ത് അനുവദിച്ചു തരുമെന്നാണോ പറയുന്നത്? 3.5 വർഷമായി ആവർത്തിച്ച് ഇതേ വാദഗതിയാണ് അവിടെ കേന്ദ്രമന്ത്രിയും പറഞ്ഞത്. ക്ലാരിറ്റി വേണം. കാരണം ഈ സമയത്ത് കഞ്ചിക്കോട് കോച്ച് ഫാക്ടറി ചർച്ചയായ സമയത്ത് കൂടുതൽ CPM-ന്റെ MP-മാരാണ് ഇവിടെ ഭരിച്ചത്. നിങ്ങൾ സ്ഥലം ഏറ്റെടുത്ത് കൊടുത്തില്ലേ? അല്ല, അതിനകത്ത് സ്ഥലം ഉൾപ്പെടെ ഏറ്റെടുത്ത് കൊടുക്കുകയും കഞ്ചിക്കോട് കോച്ച് ഫാക്ടറി നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ ഇടപെടലും നടത്തുകയും അതിനുവേണ്ടി നിരന്തര ആവശ്യം പാലക്കാട് ഇതിനു മുൻപ് പ്രതിനിധീകരിച്ചിരുന്ന MP രാജേഷ് ഉൾപ്പെടെയുള്ള ആളുകൾ നടത്തിയ ഇടപെടലും നമ്മുടെ മുൻപിലുണ്ട്. അത് വസ്തുതയായി തന്നെ നമ്മുടെ മുൻപിലുണ്ട്. എന്നാൽ കോച്ച് ഫാക്ടറി എന്നുള്ളത് മാത്രമല്ല, ഈ നാടിനോട് കഴിഞ്ഞ 10 വർഷക്കാലം രാജ്യം ഭരിച്ചിരുന്ന ഗവൺമെന്റ് എങ്ങനെയാണ് കേരളത്തോട് സ്വീകരിച്ചിട്ടുള്ള സമീപനം എന്നുള്ളതിന്റെ നിരവധി ഉദാഹരണങ്ങൾ നമ്മുടെ മുൻപിലുണ്ട്. ഈ നാടിനെ ശ്വാസം മുട്ടിക്കുക എന്നുള്ളത് മാത്രമല്ല, ഈ നാടിനകത്ത് ഒരു തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങളും മുന്നോട്ട് പോകാൻ അനുവദിക്കില്ല എന്നുള്ള നിലപാട് ആവർത്തിച്ച് സ്വീകരിച്ചുകൊണ്ടാണ് കേന്ദ്ര ഗവൺമെന്റ് മുന്നോട്ട് പോയത് എന്നുള്ളതിന്റെ അനുഭവം നമ്മുടെ മുൻപിലുണ്ട്. അതോടൊപ്പം തന്നെ നേരത്തെ ഇദ്ദേഹം പറഞ്ഞ 1-2 കാര്യങ്ങൾക്കകത്ത് മറുപടി പറഞ്ഞു പോകേണ്ടതായിട്ടുണ്ട്. ഒന്ന്, ഇദ്ദേഹം നേരത്തെ പറഞ്ഞത് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ വേണ്ടി പോകുന്നത് കഴിഞ്ഞ പ്രകടന പത്രികകളിൽ ഞങ്ങൾ മുന്നോട്ട് വെച്ച മുഴുവൻ കാര്യങ്ങളും നടപ്പിലാക്കിയതിനു ശേഷമാണെന്നുള്ളതാണ്. കാണിച്ച് ആരെ പേടിപ്പിക്കാൻ പല ആളെയും കണ്ടിട്ടുണ്ടാവും. ഇങ്ങോട്ട് വരണ്ട. 2014 പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഈ രാജ്യത്തെ യുവതയോട് BJP ഗവൺമെന്റ് പറഞ്ഞത് ഓരോ വർഷവും 2 കോടി തൊഴിലവസരങ്ങൾ ഈ രാജ്യത്ത് സൃഷ്ടിക്കും എന്നുള്ളതായിരുന്നു. 2024 എത്തുമ്പോ അങ്ങനെ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെട്ടിട്ടില്ല എന്ന് മാത്രമല്ല, ഏറ്റവും അധികം തൊഴിലില്ലാത്ത യുവാക്കൾ തിങ്ങിപ്പാർക്കുന്ന രാജ്യമായിട്ട് ഇന്ത്യ മാറ്റപ്പെടുക. തൊഴിലില്ലാത്ത യുവാക്കൾ, തൊഴിലില്ലാത്ത സ്ത്രീകൾ, ഈ രാജ്യത്തെ യുവാക്കൾക്ക് തൊഴിലെടുക്കുന്നതിന് വേണ്ടി പൊതുമേഖലാ സ്ഥാപനങ്ങൾ അടക്കം ഇല്ലാത്ത നിലയിലേക്ക് ഇന്ത്യ മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുക. പൊതുമേഖലാ സ്ഥാപനങ്ങളെ വിൽപ്പനയ്ക്ക് വെക്കുക. ഈ രാജ്യത്തെ റെയിൽവേ സ്റ്റേഷനുകൾ ഉൾപ്പെടെയുള്ളവയെ
വിൽപ്പനയ്ക്ക് വെക്കുക, നിയമന നിരോധനം, റെയിൽവേ ഉൾപ്പെടെ ലക്ഷക്കണക്കിന് വരുന്ന ഒഴിവുകൾ നികത്താതിരിക്കുക. അങ്ങനെ യുവാക്കളടക്കം വലിയ പ്രതിസന്ധി നേരിടുമ്പോ നിങ്ങൾ ഈ നാട്ടിൽ ആരെയാ പറ്റിക്കാൻ വേണ്ടി നോക്കുന്നത്? സംഘപരിവാരത്തിന്റെ നുണ ഫാക്ടറികളിലെ കുറെ നുണകൾ അടിച്ചിറക്കിയിട്ട് അത് വന്നു നിന്ന് പൊതുസമൂഹത്തിന് മുൻപിൽ ആവർത്തിച്ച് പറയുന്ന നിങ്ങളെ ഈ നാടിന് അറിയാമെന്നുള്ളത് കൊണ്ടാണ് ഈ ജൂൺ മാസത്തിൽ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വരുമ്പോൾ കേരളത്തിലെ 20 ആലത്തൂർ പാർലമെന്റ് മണ്ഡലത്തിലെ സരസു ടീച്ചറെ കുറിച്ച് നിങ്ങൾ പറഞ്ഞു. ആ കേസുമായി ബന്ധപ്പെട്ട് വിക്ടോറിയ കോളേജിലെ കേസ് പോലീസ് കേസ് ഉണ്ടായിരുന്നു. കോടതിയിൽ വിചാരണ നടന്നു. മുഴുവൻ സാക്ഷികളുമായി ക്യാമ്പസിലെ ABVP-കാരായിരുന്നു. ഒറ്റ സാക്ഷി പോലും സാക്ഷി പറയാൻ വേണ്ടി പോയില്ല. ആ കേസിൽ കോടതി അന്ന് പ്രതി ചേർക്കപ്പെട്ട കുഴിമാടം ഒരുക്കിയതെങ്കിൽ അതിൽ അഭിമാനമുണ്ടോ? ഇവിടെ സ്ത്രീകൾക്ക് നേരെ കുഴിമാടം ഒരുക്കിയതിൽ പാലക്കാട് ചരിത്രപരമായി ചരിത്രങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചിട്ടുള്ള പാലക്കാട് കോട്ട മൈതാനത്ത് ചരിത്രത്തിന് സാക്ഷ്യം വഹിച്ചിട്ടുള്ള ഈ കോട്ട മൈതാനത്ത് പാലക്കാട് ജില്ലയിൽ തന്നെ ചരിത്രങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചിട്ടുള്ള ഈ കോട്ട മൈതാനത്ത് ഈ CPM-ന്റെയും BJP നാടകീയ സംഘങ്ങളൊക്കെ കാണുമ്പോൾ ഇന്ത്യ രാജ്യത്ത് കോൺഗ്രസ് മുക്ത ഭാരതത്തിന് BJP ഉപയോഗിക്കുന്ന ഒരു വസ്തുവാണ് CPM. നമുക്ക് എല്ലാവർക്കും അറിയാം. ഈ കഴിഞ്ഞ കാലഘട്ടം ക്വസ്റ്റ്യൻ ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ഇത്ര നേരം പൊതുജനങ്ങൾക്ക് മുമ്പ് വന്നിട്ട് ഞങ്ങൾക്കുള്ള അല്ല അത് ഞങ്ങൾക്കറിയാലോ, അത് ഞങ്ങൾക്കറിയാം. എന്റെ കണ്ണ കഴിഞ്ഞ 10 വർഷക്കാലമായി BJP അധികാരത്തിലേറി കഴിഞ്ഞിട്ട് നിങ്ങൾ ഇതുവരെ ഭരിച്ച ആളുകൾ കള്ളന്മാരാണെന്ന് പറയുമ്പോ ഇലക്ട്രിക്കൽ ബോർഡിന്റെ വിഷയത്തില് ഇന്ന് സുപ്രീം കോടതി താടി കൈവച്ചിരിക്കുക. നിങ്ങളെ ഇലക്ട്രിക്കൽ ബോർഡിന്റെ വിഷയത്തില് ഇന്ന് രാജ്യത്ത് കൊള്ളയടിച്ചിരിക്കുന്നത് കോടിക്കണക്കിന് രൂപ. ഞാൻ ചോദിക്കട്ടെ, ഇലക്ട്രിക്കൽ വിഷയത്തില് BJP-യോട് ഇവര് ഇലക്ട്രിക്കൽ ബോണ്ട് നിങ്ങൾ ആരിന്ന് വാങ്ങിയിരിക്കുന്നത്? ഇലക്ട്രിക്കൽ ബോണ്ട് ക്വസ്റ്റ്യൻ കേൾക്കാനുള്ള ഒരു ക്വസ്റ്റ്യൻ കേൾക്കാനുള്ള ഭാഗം ഉണ്ടാക്ക്. അത് ചോദിച്ചോളാം. നിങ്ങള് ഇന്ന് രാജ്യത്ത് എന്റെ പ്രശാന്തെ ഒരു കാര്യം മനസ്സിലാക്കിക്കോ, നിങ്ങൾ രാജ്യത്തെ രക്ഷിക്കാൻ വേണ്ടി വന്ന നിങ്ങള് ഇന്ന് ജനാധിപത്യം തോറ്റിട്ടുണ്ട്. നിങ്ങളുടെ പണാധിപത്യത്തിന് മുമ്പില് ഇന്ന് ജനാധിപത്യം തോറ്റിട്ടുണ്ട്. അതിലൊരു സംശയമില്ല. എഴുതി കൊടുത്ത പേപ്പർ കളഞ്ഞു പോയിട്ടുണ്ടോ? എഴുതി കൊടുത്ത പേപ്പർ ഇലക്ട്രിക്കൽ ബൗണ്ടിന്റെ വിഷയത്തിൽ ഈ ബൗണ്ട് അല്ല, ഇലക്ട്രിക്കൽ അല്ല. നിങ്ങൾ പ്ലംബിംഗ് ഇലക്ട്രിക്കൽ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് എന്താ കാര്യം? വർഗീയത പേര് പറഞ്ഞ് ഇന്ത്യ രാജ്യത്ത് വെട്ടിമുറിക്കുന്നവർ ഈ പൗരത്വ വിഷയത്തിൽ ഇവർക്ക് എന്താ പറയാനുള്ളത്? കഴിഞ്ഞോ? ഇവിടെ ഇപ്പൊ ഇലക്ട്രിക്കൽ എന്ന് പറഞ്ഞു, പൗരത്വം എന്ന് പറഞ്ഞു. ഏതിനാ മറുപടി പറയേണ്ടത്? ചോദ്യം ഇലക്ട്രൽ ബോണ്ട് സുപ്രീം കോടതി റദ്ദാക്കി. അത് അഴിമതിയാണെന്ന് പ്രതിപക്ഷം ഏകകണ്ഠമായി ആരോപിക്കുന്നു. ഇലക്ട്രൽ ബോണ്ടിൽ ഏതെങ്കിലും ഒരു അഴിമതി നരേന്ദ്രമോദിക്കെതിരെയോ BJP ഗവൺമെന്റിനെതിരെയോ ഇവർക്ക് കോടതിയിൽ പോവാം. അഴിമതിയുടെ തെളിവുണ്ടെങ്കിൽ ഇതാണ് ഞങ്ങളുടെ കയ്യിലുള്ള രേഖ എന്ന് പറയുന്ന പോലെയാണ്. ED റെയ്ഡ് നടക്കുന്നു. ഇലക്ട്രൽ ബോർഡ് വഴി BJPക്ക് സംഭാവന കൊടുക്കുന്നു. അവരൊക്കെ വിശുദ്ധരാകുന്നു. അത് നമ്മൾ കണ്ടതാണ്. കോൺഗ്രസിന് സംഭാവന ലഭിച്ചിട്ടില്ലേ? നിങ്ങൾ ഇലക്ട്രൽ ബോണ്ട് കൊടുക്കുന്നു, അവർ വിശുദ്ധരാകുന്നു. ഇലക്ട്രൽ ബോണ്ട് വഴി ഈ രാജ്യത്തെ പാർട്ടികൾക്ക് എല്ലാം സംഭാവന ലഭിച്ചിട്ടുണ്ട്.
CPM ന് ലഭിക്കില്ല എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് നിങ്ങൾക്ക് തരാനില്ലാത്തതുകൊണ്ടാണ്. ഞങ്ങൾക്ക് വേണ്ട എന്ന് പ്രഖ്യാപിക്കുമ്പോൾ നിങ്ങൾ സ്റ്റാലിന്റെ കയ്യിൽ കോടതി പോയി അപ്പോൾ സ്റ്റാലിന്റെ കയ്യിൽ നിന്ന് പിച്ചെ കോടതി പോയി നിങ്ങൾ സ്റ്റാലിന്റെ കയ്യിൽ നിന്ന് എന്തിനാണ് 25 കോടി വാങ്ങിയത്? കോടതി കേട്ടോ സ്റ്റാലിന്റെ കയ്യിൽ എന്ത് സേവനം ചെയ്തു? സ്റ്റാലിന് എന്ത് സേവനം പിണറായി വിജയൻ ചെയ്തു കൊടുത്ത 25 കോടി വാങ്ങിയത്? Yes, സ്റ്റാലിന് yes. പ്രത്യേകമായിട്ട് Yes, ചെയ്തു yes, കൊടുത്തിട്ടുണ്ടോ? yes, yes. പ്രത്യേകമായിട്ട് ഇതാണ് എന്തെങ്കിലും ഞാൻ കൊടുത്തിട്ടുണ്ടോ? ചോദ്യങ്ങളിലേക്കും അവസാന ഘട്ടത്തിലേക്ക് പാലക്കാട് നമ്മൾ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ഇനിയും പ്രേക്ഷകരുടെ ഭാഗത്ത് നിന്ന് നിരവധി ചോദ്യങ്ങളുണ്ട്. വരൂ, ചോദിക്കും. ഇപ്പോൾ കോൺഗ്രസും CPM കുറച്ചു നേരമായിട്ട് ഫാസിസം, വർഗീയത, BJP അതാണ് ഇതാണ് പറഞ്ഞ് BJP മൊത്തത്തിൽ കുറ്റം പറയാണ്. എന്തുകൊണ്ട് കുറെ കഴിഞ്ഞ ഏകദേശം നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ഇന്ത്യ മൊത്തം ഭരിക്കുന്നത് കോൺഗ്രസ് ആണ്. കൂടാതെ CPM പല സംസ്ഥാനങ്ങളുണ്ടായിരുന്നു. അങ്ങനെ നന്മ ചെയ്യുകയാണെങ്കിൽ എന്തുകൊണ്ട് ഇത്രയും വലിയ തോൽവി ഇവർ രണ്ടുപേർക്കും സംഭവിച്ചു? തിന്മ ചെയ്തുകൊണ്ടാണോ BJP ഇത്രയും മുകളിലോട്ട് വന്നത്? ഇപ്പൊ ഇവര് പണാധിപത്യം എന്നൊക്കെ പറഞ്ഞല്ലോ. അല്ല, ഞാൻ ചോദിക്കുന്നത് CPM-നോടും കോൺഗ്രസിനോടും നിങ്ങളുടെ ഈ തോൽവിക്ക് യഥാർത്ഥ കാരണം പറയണം. BJP-യുടെ വിജയം ഇപ്പൊ 400 സീറ്റിലോളം BJP എത്തുമെന്ന് ഞങ്ങൾ വാദിക്കുന്നു. നിങ്ങൾ വീണ്ടും തോറ്റു വരാമെന്ന് ഞങ്ങൾ വാദിക്കുന്നു. അടുത്ത ഞങ്ങളുടെ ഭരണം തന്നെയാണ്. എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു? BJP നന്മ ലോക ചരിത്രം എടുത്ത് പരിശോധിച്ചാല് ഹിറ്റ്ലർ അധികാരത്തിൽ വന്നിട്ടുണ്ട്, മുസോളിനി അധികാരത്തിൽ വന്നിട്ടുണ്ട്, നരേന്ദ്രമോദിയും അധികാരത്തിൽ വന്നിട്ടുണ്ട്. ഹിറ്റ്ലർ എങ്ങനെ അധികാരത്തിൽ നിന്ന് പുറത്തുപോയോ, മുസോളിനി എങ്ങനെ അധികാരത്തിൽ നിന്ന് പുറത്തുപോയോ, അതേപോലെ തന്നെ നരേന്ദ്രമോദിയും RSS-ഉം അധികാരത്തിൽ നിന്ന് പുറത്തു പോകും. നന്മയും തിന്മയും എന്താണ് നിങ്ങൾ ചെയ്ത നന്മ? നിങ്ങൾ ചെയ്ത നന്മ എന്താ? കഴിഞ്ഞ 99 വർഷക്കാലത്തെ RSS-ന്റെ ചരിത്രം, ഗാന്ധിയെ കൊന്ന ചരിത്രം, ഒറീസയിലെ, ഗുജറാത്തിലെ, മുസഫർനഗറിലെ, ഡൽഹിയിലെ, യുപിയുടെ തെരുവിലെ മനുഷ്യരെ നിങ്ങൾ പുറത്തു പോകും. 1925 ഇന്ത്യ അടക്കി വന്നുകൊണ്ടിരിക്കുന്ന ബ്രിട്ടീഷ് അധികാരത്തിനെതിരെ സമരം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ അതിനെ മുൻനിർത്തിക്കൊണ്ട് ബ്രിട്ടീഷ് എന്ന് പറയുന്ന ഇന്ത്യയെ അടക്കി ഭരിക്കുന്ന പാശ്ചാത്യ ശക്തികളോട് പോരാടിക്കൊണ്ടിരിക്കുന്ന 1925 ഒരു സംഘടന രൂപപ്പെടുകയാണ്. ആ സംഘടനയുടെ പേര് RSS എന്നാണ്. എന്നിട്ട് അവര് പറയാണ്, എന്നെങ്കിലും കോൺഗ്രസ് ഈ സ്വാതന്ത്ര്യ സമരത്തിൽ ജയിച്ചു വരുമ്പോ ഈ രാജ്യം എങ്ങനെയാകണമോ ആ രാജ്യത്തിന് വേണ്ടിയുള്ള പണി നമുക്ക് എടുക്കണം, അത് ഹിന്ദു രാജ്യമാക്കണം എന്ന് പറഞ്ഞ് 1925 ഇവർ രൂപം കൊണ്ട അന്ന് മുതൽ ഇന്ന് 99 വർഷമായി. അടുത്ത വർഷം ഇവരുടെ 100ാം വാർഷികം, അവരുടെ ഗ്രാൻഡ് പ്ലാൻ ആഘോഷിക്കാൻ വരികയാണ്. അപ്പൊ അവർക്ക് ഈ ഒരു പൊതു തെരഞ്ഞെടുപ്പിൽ ഒരു വിജയം കൂടി വരുമ്പോ ഇന്ത്യയെ എന്നേക്കുമായി ജനാധിപത്യപരമായി അവസാനിപ്പിക്കാം എന്നാണ് ആ ചോദ്യത്തിന്റെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്നത്. ഉറപ്പിച്ചു പറയാം, നിങ്ങളുടെ നന്മ കണ്ടല്ല ഈ രാജ്യം അറിയാതെ നിങ്ങളുടെ ചതിയിൽ പെട്ടുപോയത്. അത് തിരുത്തപ്പെടുമ്പോ ഈ രാജ്യത്ത് ശക്തികൾ കീഴ്പോട്ട് വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു പാർട്ടി. അവരാണ് പറയുന്നത് RSS-ന്റെ പൊടി പോലും ഓക്കെ. ഞാൻ ആദ്യം BJP പ്രതിനിധി സംസാരിച്ച് തുടങ്ങിയ വചനത്തിൽ നിന്ന് തുടങ്ങുകയാണ്. 400 സീറ്റിന്റെ മുകളിൽ നേടും എന്ന് പറയുന്നവർ എന്തിനാണ് പ്രതിപക്ഷ പാർട്ടികളുടെ ഫണ്ടുകൾ ബ്ലോക്ക് ചെയ്തത്? ഒന്ന്. രണ്ട്, കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. ഒരൊറ്റ ഇന്ത്യൻ ഭരണഘടന പ്രകാരം ഇന്ത്യ മതേതര രാഷ്ട്രമാണോ അതോ വർഗീയ രാഷ്ട്രമാണോ? പോലെയുള്ള ആളുകളാണ് ഈ രാജ്യത്തിന് ആവശ്യമെന്ന് ഈ തെരഞ്ഞെടുപ്പ് പ്രശാന്തിനെ പോലെ ഇവിടെ നേരത്തെ ചോദിച്ചു, ഇവിടെ നരേന്ദ്രമോദിയോ JP നദ്ദാജിയോ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ അക്കൗണ്ട് മരവിപ്പിച്ചിട്ടില്ല. നിങ്ങൾ ടാക്സ് അടച്ചില്ലെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ട് മരവിപ്പിക്കും. ടാക്സ് അടച്ചില്ലെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ടിലെ ഫണ്ട് ഫ്രീസ് ചെയ്യും. പരസ്പരം സംസാരിക്കുക. പ്രശാന്ത് പൂർത്തിയാക്കും. വിളിക്കാത്ത പ്രശാന്ത് പറയും. പ്രശാന്ത് പറയും. നിങ്ങൾക്ക് പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളെ പേടിയാണ്. വൈകാരികത എന്നുള്ളത് വൈചാരികമായി സംസാരിക്കാനുള്ള കരുത്ത്. പ്രിയപ്പെട്ട പ്രശാന്തിനോടാണ് ചോദ്യം. 10 വർഷത്തെ BJP ഭരണത്തിൽ
ഇന്ത്യയുടെ മതേതര സെക്യുലർ ഫ്രെറ്റേണൽ തുടങ്ങിയ സകല ഭാവങ്ങളെ റദ്ദു ചെയ്തു. ഇങ്ങനെ റദ്ദു ചെയ്തു മാത്രമല്ല ഉനോവ ഉൾപ്പെടെയുള്ള ഒട്ടനേകം ന്യൂനപക്ഷ പീഡനങ്ങൾ റിപ്പോർട്ട് വരുന്നു. ഇവിടെ നേരത്തെ പറയല്ലേ സുപ്രീം കോടതിയാണ് ഇലക്ട്രൽ ബോണ്ട് റദ്ദ്. സുപ്രീം കോടതി എങ്ങനെ റദ്ദ് ചെയ്യോ? അതുപോലെ തന്നെ എന്ന് പറയുന്ന ഇവിടുത്തെ ഇന്ത്യയുടെ വിത്ത് മന്ത്രിയുടെ അദ്ദേഹത്തിന്റെ ഭർത്താവ് പറയുന്നു നിങ്ങൾ ഏറ്റവും വലിയ സ്കാം നടത്തി. ഇതിനെതിരെ ഒന്നും പറയാതെ നരേന്ദ്രമോദി സംസാരിക്കുന്നത് ലല്ലു പ്രസാദ് യാദവും അതുപോലെ തന്നെ രാഹുൽ ഗാന്ധിയും നടത്തിയ ആട്ടിറച്ചിയെ കുറിച്ചും അതുപോലെ തന്നെ രാം മന്ദിറിന്റെ പുനർനിർമ്മാണത്തെ കുറിച്ചും അതിന്റെ വികസനത്തിനെ കുറിച്ചും മാത്രമാണ്. ചോദിക്കട്ടെ, BJP അധികാരത്തിൽ വന്ന വെറും ഉണ്ടയില്ല വെടികൾ എന്തൊക്കെയായിരുന്നു? 15 ലക്ഷം പേർക്ക് തൊഴിൽ. എവിടെ ചോദ്യം എന്താണ്? വെറുതെ എന്തായാലും ഇവിടെ വിടുവായത്ര വന്നപ്പോൾ ആളെ പിടിച്ച് ഇവിടെ നിർത്തും. മറുപടി കൊടുക്കാം. ആരോടാണ് എന്റെ ചോദ്യം? SFIയുടെ പ്രതിനിധിയോടാണ്. ഓക്കെ, നിങ്ങളോട് ഞാൻ വലിയ ചോദ്യങ്ങളൊന്നും ചോദിക്കുന്നില്ല, കാരണം അതിൽ നിങ്ങൾക്ക് വലിയ റോളൊന്നുമില്ല. അപ്പൊ ഞാൻ നിങ്ങളുടെ അടുത്ത് വന്നിട്ട് നിങ്ങളുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി ആരാണ് ചോദിച്ചു നോക്കട്ടെ. ഞാൻ എന്താ പറയാൻ വന്നത് മനസ്സിലാക്കട്ടെ. ഞാൻ നിങ്ങളോട് ഇപ്പൊ വന്നിട്ട് നിങ്ങളുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി ആരാണെന്നോ അല്ലെങ്കിൽ ഇത് മുഖ്യമന്ത്രി ഇലക്ഷനാണോ? ഇത് മുഖ്യമന്ത്രി ഇലക്ഷനാണോ? ലോക്സഭാ ഞാനപ്പോൾ നിങ്ങൾ SFIനെ പ്രതിനിധിച്ചാണ് നിൽക്കുന്നത്. അത് പറഞ്ഞാൽ യുവത്വങ്ങളെ പ്രതിനിധിച്ചാണ് നിങ്ങൾ ഇവിടെ നിൽക്കുന്നത്. SFI എന്ന് പറയുമ്പോൾ അതാണെന്നാണ് എനിക്ക് മനസ്സിലാക്കുന്നത്. ഇന്ന് പാലക്കാട് 90% സ്റ്റുഡൻസും ഇന്ന് പാലക്കാടിന്റെ കേരളത്തിന് അപ്പുറം ബോർഡറിന് അപ്പുറമാണ് പഠിക്കുന്നത് ആണ്. അല്ലെങ്കിൽ കേരളത്തിൽ മൊത്തം 70% ആൾക്കാരും കേരളത്തിന്റെ ബോർഡറിന് അപ്പുറം പറയാം. ഞാൻ ചോദിച്ചു കഴിഞ്ഞിട്ട് പറയാം. ചോദ്യം കംപ്ലീറ്റ് ചെയ്ത് സമയം പോവാണ്. എന്തുകൊണ്ട് ആൾക്കാർ ഇവിടെ ബോർഡർ വിട്ട് വെളിയിൽ പോയി പഠിക്കേണ്ട ഒരു അവസ്ഥ വരുന്നു? കഴിഞ്ഞിട്ടില്ല. 2 മിനിറ്റ് വേഗം ചോദിക്കൂ. ഇവിടുന്ന് പുറത്തു പോയി പഠിക്കേണ്ട ആവശ്യം വരുന്നു. എന്തുകൊണ്ട് അവിടുന്ന് ആരും ഇങ്ങോട്ട് വന്ന് പഠിക്കുന്നില്ല? രണ്ടാമത്തെ ചോദ്യം, ഇത് അഥവാ പഠിച്ചു തീർത്താൽ ഇവിടെ ഉള്ളവർക്ക് ജോലി കിട്ടാൻ ഒരു സന്ദർഭം ഇവിടെ ഉണ്ടോ? മറുപടി സമയമില്ല. നമ്മൾ വെളിയിൽ സമയം തീരുകയാണ്. ബഹളം വെക്കില്ല. ഞാൻ 30 സെക്കൻഡ് ക്വസ്റ്റ്യൻ ചോദിച്ച് അവസാനിപ്പിക്കൂ. ഓക്കെ, ഞാൻ ചോദിക്കൂ. പെട്ടെന്ന്. നിങ്ങൾക്ക് മറ്റുള്ള സംസ്ഥാനങ്ങളിൽ 5ഉം 10ഉം ഓരോ കിലോമീറ്റർ കൂടുമ്പോൾ ഓരോ IT പാർക്ക് ഉണ്ട്. കേരളത്തിൽ മൊത്തമേ 4 IT പാർക്കേ ഉള്ളൂ. നിങ്ങൾക്ക് ഇത്രയും കാലം ഭരിച്ചിട്ട് നിങ്ങൾക്ക് എന്തുകൊണ്ട് മറുപടി പറയൂ പ്ലീസ്. അത് പറഞ്ഞോട്ടെ മറുപടി പറയട്ടെ. മുഖ്യമന്ത്രിയുടെ മകൾ നിങ്ങൾ പറഞ്ഞ 70% കണക്ക് പച്ചക്കള്ളാണെന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. നരേന്ദ്രമോദി പറയുന്നത് പോലെ പച്ചക്കള്ളം ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. 1 2 അവിടെ 70% കണക്ക് എന്താ? എന്തായാലും പാലക്കാട്ട് ചോദ്യങ്ങളും ഉത്തരങ്ങളും വീണ്ടും ബാക്കിയാണ്. ബിഗ് ഫൈറ്റിന്റെ സമയം ഇവിടെ അവസാനിക്കുന്നു. സഹകരിച്ച എല്ലാ പ്രേക്ഷകർക്കും രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾക്കും നന്ദി, നമസ്കാരം.